സെഷനിൽ പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ശ്രീ വി എൻ ഹരിദാസ്, ശ്രീ വടക്കുംപാട് നാരായണൻ, ശ്രീ ലക്ഷ്മൺ ഗേക്വാദ്, ഡോക്ടർ ഇ വി രാമകൃഷ്ണൻ. കാട്ടി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവാകേണമേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. സ്വാഗത പ്രസംഗത്തിനായി വി എൻ ഹരിദാസിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, വിശിഷ്ട അതിഥികളെ, കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് നമ്മളിവിടെ മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷന് ഔപചാരികമായ ഒരു തുടക്കം കുറിച്ചു വെച്ചത്. അന്ന് നമ്മൾ പറഞ്ഞതും മനസ്സിലാഗ്രഹിച്ചതുമായ കാര്യം ഈ ഇടത്തെ ഒരു എല്ലാ വിധത്തിലുമുള്ള വൈജ്ഞാനിക അന്വേഷണങ്ങൾക്കും കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും എല്ലാം ഉതകുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ആക്കി, ഒരു ഇടമാക്കി ഇതിനെ മാറ്റണം എന്നായിരുന്നു. അതിനൊരു ചരിത്രപരമായ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം മാടമ്പിൽ നിന്ന് മാത്രമല്ല, അതിനും മുമ്പ് മാടമ്പിൻ്റെ അച്ഛനിൽ നിന്ന് തന്നെ തുടങ്ങുന്ന ഒരു പാരമ്പര്യം ഈ സ്ഥലത്തിനുണ്ട്. അശ്വത്ഥമാവ് സിനിമ ഷൂട്ട് ചെയ്യാൻ കൃത്യമായ സ്ഥലങ്ങൾ ഒന്നും കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് അവർ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി എവിടെ ഷൂട്ട് ചെയ്യും, എങ്ങനെ ഇത് മുന്നോട്ട് പോകുമെന്ന് സംശയിച്ച് നിൽക്കുമ്പോൾ ആർക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന മാടമ്പിൻ്റെ അച്ഛൻ ശങ്കരൻ നമ്പൂതിരി ആണ് പറഞ്ഞത്, കുഞ്ഞൂട്ട അത് മോഹൻ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കൂ എന്ന് പറയുന്നത്. എന്നിട്ട് അശ്വത്ഥമാവ് സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. അതുപോലെ ജോസ് ചിറമ്മലിൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സലുകളും നാടക അവതരണങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒക്കെയുള്ള ഒരിടമായിരുന്നു ഇത്. അത് തുടർന്നും അങ്ങനെ തന്നെ നിലനിർത്തണം എന്ന ആഗ്രഹത്തിലാണ് മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ മാസവും ഇവിടെ ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു അടുത്ത വർഷത്തേക്കുള്ള തുടക്കവും അതോടൊപ്പം തന്നെ മലയാള സാഹിത്യത്തിലെ ഒരു വിച്ഛേദമായിരുന്ന ഭ്രഷ്ട എന്ന നോവലിൻ്റെ 50 വർഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ദേശീയ സെമിനാർ കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൻ്റെ ഈ ഉദ്ഘാടന സെഷനിൽ ഇത് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയ പ്രശസ്ത മറാത്തി എഴുത്തുകാരനും സാഹിത്യകാരനുമൊക്കെയായ നോവലിസ്റ്റുമൊക്കെയായ ശ്രീ ലക്ഷ്മൺ ഗേക്വാദിന് നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഈ മാടമ്പ് കുഞ്ഞൂട്ടൻ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ നമ്മളിലൊരാളായ ശ്രീ വടക്കുംപാട് നാരായണൻ മാഷാണ്. മാഷ്ക്ക് ഈ ഒരു ചടങ്ങിൻ്റെ ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു.
ചുരുങ്ങിയതൊരു 4-5 മാസത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ എത്തുന്നത്. ഇതിന് ആദ്യം തുടക്കം മുതൽ നമുക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി ഈ നമ്മളോടൊപ്പം നിൽക്കുന്നത് EV രാമകൃഷ്ണൻ മാഷാണ്. മാഷോടുള്ള നന്ദി എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. മാഷ് ആണ് ഇന്ന് ലക്ഷ്മൺ ഗേക്വാദിൻ്റെ പ്രഭാഷണത്തിൻ്റെ സംഗ്രഹീത രൂപം മലയാളത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. മാഷ്ക്ക് വളരെ ബഹുമാനപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. മറ്റ് സെഷനുകളിൽ പങ്കെടുക്കാനുള്ള ദേവിക ടീച്ചറെ പോലുള്ള വിശിഷ്ട വ്യക്തികളും ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ വടക്കുംപാട് നാരായണ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ശ്രീ ലക്ഷ്മൺ ഗേക്വാദ് അവർകൾ, ബഹുമാനപ്പെട്ട രാമകൃഷ്ണൻ മാസ്റ്റർ, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. മാടമ്പ് അന്തരിച്ചിട്ട് 2 വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഈ വേദിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എവിടേക്കോ ഉണ്ട് എന്ന തോന്നൽ. കഴിഞ്ഞ കൊല്ലം പറയുണ്ടായി, ഇതേപോലെ നടക്കുമ്പോൾ മാടമ്പ് ഉള്ള സമയത്താണ് ഇത്തരത്തിലുള്ള വിപുലമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിരുന്നത് എങ്കിൽ അത് കൂടുതൽ ഹൃദ്യമായിരുന്നു എന്ന്. പലതും ആയിരുന്നു എന്നുള്ളത് പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. ഇന്ന് ശ്രീ മോഹൻദാസ് പാറപ്പുറത്ത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയെ സൂചിപ്പിച്ചുകൊണ്ട് ഹൃദയസ്പർശിയായിട്ട് ചില വരികൾ എഴുതുണ്ടായി. എല്ലാവരുടെ ഉള്ളിലും അതെ, ഈ മാടമ്പ് എന്നുള്ള ആ സ്മൃതി, അദ്ദേഹത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. ഒരു അസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരു മഹാത്മാവ്. ചുരുക്കം അതിൽ വിശേഷിപ്പിക്കാവുന്ന കാര്യം അതാണ്. ഈ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം തീവ്രമായ തലത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ അതിനനുസരിച്ചായിരിക്കുമല്ലോ അവരൊക്കെ തന്നെ നമ്മൾ സ്മരിക്കുന്നത്. അപ്പോൾ മാടമ്പിനെ സംബന്ധിച്ചിടത്തോളം തന്നെ മാടമ്പ് അനുസ്മരണം എന്നുള്ളത് 3-4 ഗ്രൂപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുറച്ച് ദിവസം മുൻപ് ഗുരുവായൂർ വെച്ചിട്ട് മാടമ്പ് സുഹൃത്ത് സമിതി മാടമ്പെ അനുസ്മരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ടായി. ഇന്നിവിടെ മാടമ്പ് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അനുസ്മരണ സമ്മേളനവും അതോടൊപ്പം തന്നെ മാടമ്പിൻ്റെ കൃതിയായ ഭ്രഷ്ടിൻ്റെ 50ാം വാർഷിക ആഘോഷവും സാഹിത്യ സെമിനാറായിട്ട് ഇവിടെ സംഘടിപ്പിക്കുന്നു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ വീണ്ടും തൃശ്ശൂർ വെച്ചിട്ട് മാടമ്പ് അനുസ്മരണം തപസ്യയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. എറണാകുളത്ത് വെച്ചിട്ടും മാടമ്പിൻ്റെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ മാടമ്പ് എന്ന് പറഞ്ഞ ആ വ്യക്തിത്വം അത് ഓരോരുത്തരുടെ മനസ്സ് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ്. ആ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ഓരോരുത്തരുടെ മനസ്സിലും അതേ ഒരു എന്താ പറയുക നിത്യനിർമ്മലമായ ഒരു ഓർമ്മയായിട്ട് അത് നിലനിൽക്കുന്നു എന്ന്. വ്യക്തിപരമായിട്ട് എനിക്ക് അനവധി പറയാനുണ്ട്, പക്ഷെ ഇത്തരം സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ ശ്രീ ഡോക്ടർ മനു വി ദേവദേവൻ സംസാരിക്കും. അദ്ദേഹം ഇവിടെ നേരിട്ട് വന്ന് സംസാരിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള ആളായിരുന്നു. ഹിമാചൽ പ്രദേശിലെ മണ്ഡ്യ IIT-യിലത്തെ പ്രൊഫസറായിട്ടുള്ള മഹാപണ്ഡിതനായിട്ടുള്ള മാടമ്പൻ്റെ എല്ലാ കൃതികളും ഓൾമോസ്റ്റ് ഹൃദിസ്ഥം വരെയാക്കിയിട്ടുള്ള ഒരാളായിരുന്നു മനു ദേവദേവൻ. അദ്ദേഹം അവിടുന്ന് ഇതിന് വരാൻ വേണ്ടിയിട്ട് 2 ദിവസം മുൻപ് പുറപ്പെട്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ ഡൽഹി വരെ എത്താൻ കഴിഞ്ഞുള്ളൂ. വരണ വഴിക്ക് റോഡ് മാർഗ്ഗമാണ് വന്നത്. ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഷിംലയ്ക്ക് തന്നെ 10 മണിക്കൂറോളം യാത്ര ചെയ്യണം. അവിടുന്ന് ഷിംലയിൽ നിന്ന് വീണ്ടും ഡൽഹിക്ക് എത്തണം. ഈ ഡൽഹിക്ക് എത്തുന്നതിന് മുൻപ് അവിടെ കർഷകരുടെ റോഡ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഫ്ലൈറ്റ് പോയി. എന്തായാലും ഇപ്പോൾ കഷ്ടിച്ച് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം.
അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് വരാൻ സന്നദ്ധനായ ആളാണ്. പക്ഷേ നമ്മുടെയൊക്കെ ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എങ്കിലും അദ്ദേഹം അല്പനിമിഷങ്ങൾക്ക് ശേഷം ഓൺലൈനായിട്ട് മാഡമ്മിനെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കും. മാഡമ്മിൻ്റെ എല്ലാ കൃതികളും വായിച്ചിട്ടുള്ള ഒരാളാണ്. 7 ഭാഷകൾ വളരെ അനായാസം കൈകാര്യം ചെയ്യുന്ന, കന്നഡയിൽ കവിത എഴുതുന്ന IIT പ്രൊഫസറാണ്. അവിടെ എന്തായാലും അദ്ദേഹം ഇവിടെ വരും. അദ്ദേഹം വരാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഓൺലൈനായിട്ട് ഇവിടെ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റേ രാമകൃഷ്ണ മാഷെക്കുറിച്ച് പറയണ്ടായി. ഇതിൻ്റെ മുഴുവൻ കോർഡിനേറ്ററായിട്ട് എല്ലാ ആൾക്കാരും, പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ നമുക്ക് എത്തിച്ചു തരാൻ സഹായിച്ചിട്ടുള്ള ആൾ ശ്രീ രാമകൃഷ്ണ മാഷാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നിരവധി സുമനസ്സുകളുടെ സപ്പോർട്ട് നമുക്ക് ഈ മാടമ്പ് ഫൗണ്ടേഷനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ ഈ നേരത്തെ ഹരി സൂചിപ്പിക്കണ്ടായി, 1 വർഷമായിട്ട് എല്ലാ മാസവും ഇതുപോലെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന നിലയ്ക്ക് ഇവിടെ പ്രോഗ്രാംസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ C. രാധാകൃഷ്ണൻ അടക്കമുള്ള പ്രഗത്ഭർ പങ്കെടുത്തുകൊണ്ട് സാഹിത്യ അക്കാദമിയിലും പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടായി. ഇങ്ങനെയൊക്കെ നടത്തിയിട്ടുള്ളതായ ആ പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഇനി വരാൻ ഇപ്പോൾ ഇന്നടക്കമുള്ളതായിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതെല്ലാം മറ്റേ ലേഖനങ്ങളൊക്കെ തന്നെ കമ്പൈൽ ചെയ്തുകൊണ്ട്, കഴിഞ്ഞ വർഷത്തെ അടക്കം കമ്പൈൽ ചെയ്തുകൊണ്ട് ഒരു പുസ്തകമാക്കാനുള്ള ശ്രമവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഇതൊക്കെ ഈ മാടമ്പൻ്റെ സ്മൃതി അത് വേണ്ട വിധത്തിൽ നിലനിർത്താനും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ സമൂഹത്തിന് ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. അതിന് കാരണം മാടമ്പനെ വേണ്ട വിധത്തിൽ ആരും അല്ലെങ്കിൽ വേണ്ടത്ര എല്ലാവരും വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന ഒരു തോന്നലുണ്ട് എന്നുള്ളത്. മാടമ്പ് ആർക്കും പിടികൊടുക്കാത്തൊരു വ്യക്തിയാണ്. ഒരാൾക്ക് ഏതാണ് മൂർത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വൈരുദ്ധ്യം നിറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് മാടമ്പുള്ളത്. ഇവിടെ ഈ ഉമ്മറത്ത് ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കണ്ടാവും. പക്ഷേ രാവിലെ അദ്ദേഹം തന്നെ എപ്പോഴും പറയാറുള്ളൊരു വാചകമുണ്ട്, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിനിടയ്ക്ക് കാര്യമായ ഒരു വർക്കും ചെയ്യാറില്ല എന്ന് പറയാറുള്ളത്. രാത്രി 2 മണിക്ക് എണീക്കും. 2 മണിക്ക് എണീറ്റിട്ട് അദ്ദേഹം എന്നിട്ടാണ് പുലർച്ചെ വരെയാണ് അദ്ദേഹത്തിൻ്റെ ഗൗരവതരമായ വായനയും എഴുത്തും എന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. എഴുതാൻ പുറപ്പെടുന്നതിന് മുൻപ് ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായിട്ട് അദ്ദേഹം പഠിച്ചു. ഒരു ദിവസം ശങ്കരമാടമ്പ്, അതായത് കുഞ്ഞുകുട്ടമാടമ്പിൻ്റെ അച്ഛൻ പറയാണ്, എന്തിനാ കുഞ്ഞുകുട്ടൻ ഒരു വലിയ സംഖ്യയൊക്കെ ചിലവാക്കിയിട്ട് എവിടേക്കോ പോയിട്ടുണ്ടല്ലോ, ഒരാളെ കാണാനാണത്രേ. എന്നിട്ട് പറയണത് 10 മിനിറ്റാണ് സംസാരിക്കാൻ പറ്റുക എന്ന്. എന്തിനാ അങ്ങനെയൊക്കെ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് രൂപ ചിലവാക്കി പോയിക്കണത് എന്ന്. അദ്ദേഹം പോയിരുന്നത് ദലൈലാമയെ കാണാനായിരുന്നു. മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുള്ളതായ ആ നോവലിൻ്റെ എഴുത്തിന് മുൻപ് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ബുദ്ധദർശനങ്ങളെക്കുറിച്ചിട്ടുള്ള ആ ഉറപ്പ് കിട്ടാൻ വേണ്ടി അവസാനത്തെ വാക്ക് അതിനു വേണ്ടിയിട്ട് ദലൈലാമയെ കാണാൻ പോയതായിരുന്നു. കണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന് സ്വയം സംശയം വരുത്തിയതിന് ശേഷമാണ് എഴുതാൻ തുടങ്ങിയത്. എല്ലാ കൃതികളും ഈ നിലയ്ക്കാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ എഴുതുമ്പോഴൊക്കെ തന്നെ അത് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വെട്ടും തിരുത്തുമില്ല. ഒരിക്കൽ അമൃതസ്യപുത്ര ആ പുസ്തകം എഴുതുന്നതിന്, ആ നോവൽ എഴുതുന്നതിനെക്കുറിച്ച് അതിന് അനുഭവസ്ഥനായിട്ടുള്ള വൈദ്യമഠം പറയുണ്ടായി. അവിടെ ചികിത്സയുടെ സമയമാണ്. ആ ചികിത്സയുടെ സമയത്ത് ഉച്ചവരെ ചികിത്സയാണ്, ഉച്ച കഴിഞ്ഞാലാണ് ഫ്രീ ടൈം. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം അമൃതസ്യപുത്ര എഴുതിയപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ എന്താ വെച്ചാൽ പേപ്പറുകൾ ഇങ്ങനെ എഴുതി കൂട്ടുണ്ട്, പക്ഷെ ഒരൊറ്റ വെട്ടും തിരുത്തുമില്ല എന്ന്. മാടമ്പനെ പറയും, എനിക്ക് സംശയം വരാറില്ല, അഥവാ സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണടച്ചാൽ മതി, കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ പാണിനി കണ്ണു തുറക്കും എൻ്റെ ഉള്ളിൽ എന്ന്. അത് പറയാനുള്ള ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് ആ ആത്മവിശ്വാസവും ആത്മധൈര്യവും. അതെല്ലാ രംഗത്തും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഒരൊറ്റയാനെ പോലെ തന്നെ എന്ത് വന്നാലുമില്ല, ആരോടും എന്തും പറയാൻ ഒരു മടിയില്ല എന്ന് പറയുന്നത്.
ഒരു സംശയമില്ല. ആർക്ക് മറ്റാൾക്ക് എന്ത് തോന്നും ഒരു വിഷയവുമല്ല എന്നുള്ളത്. ഏത് വേഷം കെട്ടാനും പറ്റും. എല്ലാ വേഷവും തൻ്റെ തോന്നിയാസാണ് എന്ന് അദ്ദേഹം സ്വയം വിലയിരുത്തി ചെയ്യും. എഴുതുന്നതൊക്കെ തന്നെ സാധാരണയിലും താഴ്ന്ന ചിന്തകളാണ് എന്ന് സ്വയം വിനീതനാവും. ഇങ്ങനെയൊക്കെ തന്നെയുള്ള ഒരു അത്ഭുത പ്രതിഭാസം. അതേസമയത്ത് വൈരുദ്ധ്യം ജീവിതത്തിലുണ്ട്. അദ്ദേഹം ഒന്നാന്തരം ഭക്തനാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാളെയും കാണിക്കാറില്ല. ആ ഭക്തി എത്ര ഉണ്ട് എന്നുള്ളത്. ആ ഭക്തി ചില രംഗം നേരിട്ട് അനുഭവിക്കാൻ യോഗ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊക്കെ പറയണില്ല. എന്തായാലും അപ്പോൾ അതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കണക്കാക്കുന്നതൊന്നുമല്ല. കാണുന്നതൊക്കെ തന്നെ എത്രയോ യാത്രകൾ പോയിട്ടുണ്ട്. ഹിമാലയൻ യാത്രകൾ തൊട്ട് അനവധി മാസങ്ങളോളം നീണ്ടു നിന്ന യാത്രകളൊക്കെ ഉണ്ട്. ആ യാത്രകളിലൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എടോ നിങ്ങൾ കാണുന്നതൊന്നുമല്ല ഞാൻ കാണണത് എന്ന്. കണ്ണിൻ്റെയും കണ്ണു തുറന്നുകൊണ്ട് കാണേണ്ടത് കാണാനുള്ള ആ കാഴ്ചശക്തിയുടെ വലുപ്പമുണ്ടല്ലോ, അതാണ് മാടമ്പൻ്റെ ദർശനത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ ദീർഘിപ്പിക്കണില്ല. ഇങ്ങനെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് പറയേണ്ടത് നിശ്ചയില്ല എന്നുള്ളത്. എന്തായാലും ഒരു അത്ഭുത മനുഷ്യൻ എന്നുള്ളത് ഇപ്പോഴും അത് വേണ്ട വിധത്തിൽ നമുക്കൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല മാടമ്പ് ആരായിരുന്നു എന്ന്. കുറേ കാലം അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. വായിക്കാത്തതിൻ്റെ ഒരു പുസ്തകം വായിക്കാത്തതിൻ്റെ പേരിൽ തനിക്ക് അടിയാണ് കൊള്ളേണ്ടത് എന്ന് പറഞ്ഞ് വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരാൾ, എല്ലാ അർത്ഥത്തിലും ഒരു വഴികാട്ടി. അങ്ങനെ വിളക്കും വഴികാട്ടിയുമായിട്ടുള്ള ആ മഹാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ ഈ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനും കൂടെ ഉദ്ഘാടന പ്രസംഗത്തിനുമായി ശ്രീ ലക്ഷ്മൺ ഗേക്വാദിനെ സാദരം ക്ഷണിക്കുന്നു. ലക്ഷ്മൺ ഗേക്വാദ്, പ്രശസ്ത മറാഠി നോവലിസ്റ്റ്, വിവർത്തകൻ. തൻ്റെ ആത്മകഥാപരമായ നോവലായ ഉച്ചല്ലയുടെ വിവർത്തനമായ ദി ബ്രാൻഡഡ് 1998 പ്രസിദ്ധീകരണത്തോടെ അന്താരാഷ്ട്ര അംഗീകാരം നേടി. ഇതേ പുസ്തകം മഹാരാഷ്ട്ര ഗൗരവ് പുരസ്കാർ, സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയ്ക്ക് അർഹമായി. മറാത്തി സാഹിത്യത്തിലെ ഒരു മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നോവൽ ആദ്യമായി തൻ്റെ ഗോത്രമായ ഉച്ചല്ലയുടെ പരീക്ഷണങ്ങളും ക്ലേശങ്ങളും സാഹിത്യ ലോകത്തേക്ക് കൊണ്ടുവരുന്നു. 2003 മഹാരാഷ്ട്ര സർക്കാരിൻ്റെ മികച്ച എഴുത്തുകാരനുള്ള അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹൻ. प्रथम माडाम्पू कुंज कुटीन को भावपूर्ण श्रद्धांजलि अर्पित करके मैं आज के कार्यक्रम के तरफ मुड़ता हूँ. मुझे आज इसी बात का दुख भी है और आनंद भी है कि माडम्पू जी आज हमारे बीच नहीं रहे हैं, लेकिन उनका क्रांतिकारी लेखनी हमारे सामने आज भी जिंदा है. इस कार्यक्रम के अवसर पर हमारे दोस्त प्रोफेसर रामकृष्ण जी आज यहाँ स्टेज पर है, वो भी मेरे दोस्त है. हरिदास जी यहाँ पर है, फिर नारायण जी आज इस मंच पर है. और आज के इस कार्यक्रम को मुझे बुलाने पर मैं हमारे यहाँ जयप्रकाश जी आए हुए हैं, शायद उन्होंने मेरा नाम का सुझाव किया होगा ऐसा लगता है. और खुशी की बात है कि माडम्पू के इस आज के
उनके स्मृति दिन में हम सभी लोग इकट्ठा आए हैं। शायद मेरे बोलने में दिक्कत इस बात की है कि मैं बहुत अंग्रेजी और मलयालम भाषा नहीं जानता हूँ, लेकिन मैं हिंदी में आपके साथ संपर्क करूँगा या साझा करूँगा मेरी बातें। मैडम को के साथ मेरा कितना रिश्ता है ये मालूम नहीं, लेकिन उनका राइटिंग जो है, जो भ्रष्ट, इस माध्यम से मैं उनको बहुत पूजनीय मानता हूँ। क्योंकि उस समय की बात जब उन्होंने हमारे सामने रखी है, हमारे भारत में बहुत महान संस्कृति बोला जाता है, लेकिन इस महान संस्कृति में भी महिलाओं का जीवन किस तरह से बदतर है, किस तरह से उनको जीना पड़ता है और गुलाम से गुलाम कैसी होती है, उनका शोषण किस तरह से हर धर्म में कैसा होता है, ये आज भी हम देखते हैं। लेकिन मैडम को ने उस समय अपनी राइटिंग से भ्रष्ट कादंबरी के द्वारा जो लोगों के सामने पीड़ा रखी है वो आज भी बेमिसाल है। यहाँ मैं अभी देखा था कि रीजनल संस्कृति के बारे में कोई यहाँ पर एक कार्यक्रम है, रीजनल हिस्ट्री एंड कल्चर, लेकिन मैं कहता हूँ कि किरुलुरु में रहकर उस समय अपनी बात रखना और क्रांतिकारक लेखन करना ये कोई आम बात नहीं थी, क्योंकि परंपरा के विरोध में जो चलता है उसके बारे में बहुत सारी दिक्कतें सामने आती है। लेकिन मैडम के इस जीवन काल में कितना उनको दुख हुआ है मुझे मालूम नहीं है, लेकिन मैं जरूर जानता हूँ कि वो खाली रीजनल राइटर नहीं है, वो भारत के महान राइटर है मैडम। क्योंकि उस समय महिलाओं का शोषण के खिलाफ लिखना इतना आसान बात नहीं थी। लेखक वही होता है जो अपनी पीड़ा के साथ साथ आजू बाजू में जो दुख सहने वाले लोग हैं उसी के बारे में लिखना इतना आसान नहीं होता है। लेकिन मैं कहता हूँ कि मेरा जैसा राइटर, जैसा अभी उनके बारे में भ्रष्ट ही खाली नहीं है, तो अंग्रेजी में उनका आउटकास्ट, यानी कास्ट तो बहुत है लेकिन कास्ट के बाहर भी कुछ लोग हैं। आज मुझे मालूम है, मैं देश भर में घूमता हूँ तो महिलाओं का उत्पीड़न आज भी हमारे समाज में मैं जब देखता हूँ, सुनता हूँ, तो मुझे दुख इस बात का होता है कि इतना लिखने के बाद, लोगों के सामने इतना लिटरेचर आने के बाद भी आपने घर में महिलाओं का आज भी शोषण नहीं रोका है। आउटकास्ट यानी जाति के बाहर लोग, अगर महिला भी दलित से ही दलित के नीचे के स्तर पर है और महिलाओं के बारे में लिखने वाले बहुत कम राइटर है, और महिला भी आज अपनी इर्द गिर्द इतनी अन्याय अत्याचार सह लेती है लेकिन कुटुंब संस्था बरकरार रखती है। आज अगर कुटुंब संस्था हमारे देश में चल रही है, ये सभी महिलाओं के शोषण के ऊपर है। हम कोई जात धर्म के इसके बारे में नहीं आज विषय निकालेंगे, लेकिन जात धर्म ये हमारी बहुत बड़ी उत्पीड़न है कि इसे हमें पहले खत्म करना पड़ेगा। ब्राह्मण, अभी ब्राह्मण के बारे में उस समय लिखना, कुंजु कुटिल ने उस समय अगर बात की है तो मुझे लगता है वो रिवोल्यूशनरी, क्रांतिकारक लेखक है उस जमाने के, क्योंकि उन्होंने जो पीड़ा आपने कहानी में लिखी है, मैं चाहता हूँ वो इंटरनेशनल लेवल का ही वो किताब होना चाहिए, उसका नाम वहाँ तक चला जाना चाहिए
क्योंकि हमारे देश में ब्राह्मण समाज हो या अन्य कोई समाज हो, क्षत्रिय समाज हो, वैश्य हो, उनमें कोई उत्पीड़न कम नहीं महिलाओं के बारे में। सही बोले तो हम दलित राइटर और आदिवासी राइटर हम बहुत बोलते हैं कि मेरे ऊपर अन्याय हुआ, हमारा उत्पीड़न हुआ, लेकिन महिलाओं का उत्पीड़न भी करने वाले दलित लोग होते हैं, उनमें भी आदिवासी में भी होते हैं। लेकिन आदिवासी में थोड़ा फ्रीडम इतना ही है कि महिला का जब उत्पीड़न होता है या उसको बहुत तकलीफ दी जाती है तो अपने मर्द को कभी भी छोड़ के वो निकल जाती है। खाली उसको जो दहेज मिलता है मर्द के तरफ से, क्योंकि हमारे यहाँ मर्द को दहेज नहीं दिया जाता है, आदिवासी में महिलाओं को दहेज दिया जाता है, और वो दहेज वापस करना और अपने हस्बैंड को कभी भी छोड़ के जाना, ये इजाज़त ट्राइबल्स में आज भी है। लेकिन वो इजाज़त सोकाल जो खुद को बहुत ज्ञानी विद्वान ऐसे लोग समझते हैं, तो उनके घर में तो ज़्यादा उत्पीड़न महिलाओं के है, वो बोल नहीं सकती है। मैं जब रामकृष्ण जी मुझे कह रहे थे कि माडुम्पु का जो जीवन रहा है, उन्होंने बहुत एक अच्छे विषय पे हाथ डाला कि उस समय उच्चवर्णीय समाज, सही बोले तो ब्राह्मण को मैं बहुत ज़्यादा टीका टिप्पणी नहीं करता हूँ, क्योंकि वो भी अपने ही लोग हैं, वो जैसे है वैसे अन्य भी लोग वही काम करते हैं। ब्राह्मण बोले तो सही बोले तो उनका नाम है जो ब्रह्मांड का ज्ञान मिलाकर जो लोगों को बांटता है, उसका नाम ब्राह्मण है। ब्राह्मण कोई जाति नहीं थी, ब्राह्मण ये एक पंथ है जो बहुत पुरानी रिवाज में ये लोगों के ऊपर काम था कि जो ब्रह्मांड का ज्ञान है इकट्ठा करके सब लोगों को पहुंचाने का काम करता था, और संपत्ति संच करना उसके लिए गुनाह था। संपत्ति संच नहीं करने का, एक जगह रहने का नहीं, ये आज भी ट्राइबल्स में है। और उस समय अगर ब्राह्मण समाज हो, मैं ब्राह्मण का एक मेरा दोस्त था माधव कुलकर्णी जो पुणे में थे, तो उन्होंने अपने ऑटोबायोग्राफी में लिखा है कि महिलाओं का उत्पीड़न हमारे ब्राह्मण समाज में, हमारा ये जो बाड़ा रहता था, बहुत बड़ा मकान, ऐसा मकान रहता था, ये मकान के अंदर एक महिलाओं की अलग सी कोठी रहती थी, और वो कोठी में महिलाओं का जब मर्द मर जाता था और बुढ़ा आदमी एक आधी जवान लड़की के साथ शादी करने की इजाज़त थी, और कितनी भी लड़कियों के साथ शादी करना उनके लिए उस समय ये था, परमिशन था। तो उन्होंने 8-8, 10-10 लड़की के साथ शादी करते थे, और छोटी उम्र में अगर मर्द मर जाता है तो उसको वो काल कुठड़ी में रखा जाता था, उसको खाना क्या देना है इसका मेनू उस समय तय था। और उस समय नमक खाने को नहीं देना, मिर्ची खाने को नहीं देना, ये जो रिवाज थे ये किसने बनाए? ये पुरुष लोगों ने बनाए, ये पुरुष सत्ताक थे। तो महिला भारत में सबसे ज़्यादा लड़ाऊ, ताकतवर और बहुत शौर्यशाली महिला थी। इसलिए हमारे बहुत पूर्व पहले कभी भारत में महिलाओं ने पहला अगर संशोधन कौन सा किया होगा तो खेती का संशोधन भारत में पहली बार महिलाओं ने किया है। महिलाओं का योगदान बहुत बड़ा है। जितने रस्म हमारे भारत में मनाए जाते हैं सब इर्द गिर्द महिलाओं के बाजू में घूमते हैं, माँ का हो, देवी का व्रत हो, अन्य कोई हो। तो इतनी महानता महिला में थी। फिर पुरुष सत्ताक देश होने के बाद महिलाओं को गुलाम बनाकर उसको किस तरह से रखना है, ये हमारे संस्कृति में आज भी पढ़ने को मिलता है। क्योंकि महिलाओं का अगर पुराण हम देखेंगे, बहुत पुरानी हिस्ट्री अगर हम देखेंगे, तो महिलाओं का शोषण बाद में शुरू हो गया। रामायण में भी सीता का किस तरह से संशय एक आदमी लेता है तो उसको अग्नि परीक्षा देना पड़ता है।
लेकिन राम को कभी अग्नि परीक्षा देनी नहीं पड़ी, लेकिन सीता को अग्नि परीक्षा देनी क्यों पड़ी? इसलिए महिला उस समय लिखती थी। तो जो आटा पीसते हैं चक्की, वो चक्की पीसते समय महिला अपना दर्द बाहर निकालती थी। वो पहली कवित्री है भारत की कि जिन्होंने अपनी दिल की बात आटा पीसते पीसते निकलती थी और वो बोलती थी, राम बाई राम नाही ग सीतेच्या तोला मोलाचा, राम ग बाई हलक्या काळजाचा। यानी हल्के दिल का है वो, मेरे सीता का बरोबरी का लायक नहीं है राम, ऐसा बोलने वाली महिला पहली लेखिका, पहली कवित्री हमारे देश में निपटी है। और ये इसलिए कह रहा हूँ कि महिलाओं का शोषण आज भी नहीं थमता, हर जगह। मैं कल ही पढ़ रहा था महाराष्ट्र में, और वो भी कल्याण में, महाराष्ट्र में कल्याण में एक छोटी लड़की 12-13 साल की, जब वो ऊपर हो गई तो मासिक पाली आने से उसका खून बहने लगा। तो उसका भाई था, वो भाई उससे छोटा था, लेकिन वो रखवालदार बनता है। हमारी संस्कृति ऐसी है कि बहन बड़ी होती है तो उसका रखवालदार माँ बाप होते हैं, नहीं तो भाई होता है, और उसको नाक पूछने को नहीं आता, लेकिन वो बहन का रखवालदार होता है, वो रात को भी साथ चलता है। और जब उसको संशय आया तो घर में उसको इतना मारा लड़की को उसके भाई ने, और वो एक तो कमजोर हो गई थी। नैसर्गिक प्रक्रिया है, महिला तो हर महीने शुद्ध होती है, पुरुष तो शुद्ध नहीं होता, हमेशा पापी होता है, वो तो अंदर रखता है। लेकिन उसकी शुद्धता पे भी अंकुश लगाना और घर के लोगों ने उसको मारपीट करना, उसमें वो लड़की मर गई। ये आज के स्थिति में अगर ये होता है तो मैं बोलता हूँ ये देश के संस्कृति का सबसे बड़ा लांछन है और बहुत बुराई मानता हूँ मैं। तो हम कब सुधरने वाले? मैं इसलिए बोल रहा था हिस्ट्री के बारे में कि हमारा देश महान क्यों बना, सोने की चिड़िया क्यों हुई? तो महिला ने उस समय खेती का ही शोध नहीं निकाला, लेकिन नहर, नदियाँ, ये सभी बनाने का काम उस समय हुआ। आप कभी देखेंगे हिस्ट्री में, आप कितना सोचते हैं मुझे मालूम नहीं है, लेकिन कोई भी नदी का नाम ये पुरुष के नाम से नहीं है। ये देखो गंगा, यमुना, जमुना, कावेरी, गोदावरी, हर कोई नाम महिला के ऊपर है, क्योंकि वो संशोधन, वो सुविधा महिलाओं ने अपने जमाने में करके खेती करने का काम और लोगों को संभालने का काम किया। लेकिन हमारे संस्कृति ने कभी उसको अपने बराबर का नहीं माना। मैं कल परसों एक रत्नागिरी में एक गांव है, वहाँ एक लड़की ने किताब लिखी है, और वो किताब पोएम है, लेकिन वो अपने माँ बाप को सवाल कर रही है, मेरा बाप कैसा है, मेरे माँ बाप कैसे है, जो मेरी भी बिक्री करते हैं, मुझे बिकने का कार्यक्रम होता है, मेरा दिल का कभी नहीं सुना जाता है, तो मेरे माँ बाप ही मेरे व्यापारी है और मुझे बेचने का काम करते हैं, और मुझे ऐसी जगह पे लादना चाहते हैं जहाँ पर मैं नहीं जाना चाहती हूँ। और ये लोग कैसा व्यापार की नज़र से माँ बाप अगर देखते हैं तो अन्य लोग क्या देखेंगे? यानी महिलाओं के शोषण जो लैंगिकते पे आधारित है, ये हमारे देश में खत्म होने की बात अगर माडमपु करते हैं तो मुझे लगता है उस समय की बात आज भी हमारे देश में लागू होती है। मंदिर हो, कोई भी मंदिर हो, महिलाओं के बारे में अछूतपन आज भी माना जाता है। महिलाओं का शोषण हमारे देश में खत्म होने की जरूरत, जैसी जाति व्यवस्था खत्म होने की बात है। कोई धर्म अछूत नहीं है कि जो महिलाओं का शोषण नहीं करता। कोई, सभी धर्म में, मैं कोई धर्म का नाम नहीं लूंगा, लेकिन महिलाओं का शोषण हर जगह होता है और इसके खिलाफ महिलाओं ने लिखने की बहुत जरूरत है। मैं इस समय यही कहूँगा कि माडमपु की कुंज कुटीर का अगर दिल को शांति मिलना है तो महिलाओं ने अपने हाथ में लिखनी लेकर इससे भी आज की स्थिति में लिखने की जरूरत है।
साहित्य एक ऐसा नाम है, साहित्य यानी सबके हित की बात करने वाला, सबको साथ लेकर चलने वाला। हित साहित्य यानी सबके हितों की बात करने वाला। हमारे यहाँ कुछ उच्च वर्णीय लोगों ने यहाँ रखा है कि लेखक बोले तो बहुत बड़ा होता है, वो भगवान का परमिशन लेकर यहाँ पैदा होता है और वो लिखता है तो वो बहुत बड़ा ज्ञानी होता है। ऐसा कुछ नहीं है। सब लिख सकते हैं, सब बोल सकते हैं, अपनी पीड़ा के बारे में बोल सकते हैं। मैं इसलिए संस्कृति के बारे में बोल रहा हूँ कि हमारे माँ बाप से ही शुरुआत होती है महिलाओं को कमजोर बनाने की। ये व्यवस्था बदलनी है। मैं तो मांग किया था, एक कॉलेज में गया था, शायद एक 5-6 महीने, बहुत बवाल हुआ था। लेकिन मैं बोलता हूँ, एक राइटर होने के नाते, जैसा माडुम्पू ने अपने इसके बारे में आउटकास्ट में जब लिखा है, तो मैं आज ये सवाल उठाता हूँ कि महिलाओं का शरीर महिलाओं के ताबे में होना चाहिए। महिलाओं को इजाज़त होना चाहिए कि मेरी शरीर की रक्षा मैं करूँगी, मेरा और कोई दलाल न हो कि जो मुझे मेरी शरीर की रक्षा करने वाला, या मैं इस शरीर के साथ मैं क्या करूं क्या न करूं, इसका फैसला करने की पूरी जिम्मेदारी महिलाओं को मिलनी चाहिए इस देश में। कोई माँ बाप उसका सौदा न करे, कोई भाई उसको अपनी दिल चाहे वहाँ बेचे, ये नहीं होना चाहिए। कि बेचने की बात मैं क्यों कर रहा हूँ, तो महिला आज भी गुलाम जैसी है, क्योंकि हर कुटुंब व्यवस्था जो है वो पूरी शोषण पे आधारित है। अगर इसकी एक मिसाल दूं, आपके इधर होता है क्या नहीं मुझे मालूम नहीं, लेकिन महाराष्ट्र में जब अपनी लड़की की शादी होती थी तो माँ बाप क्या करते थे, लड़की के साथ साथ जाती विदाई करते समय ये गाय उसके साथ देते थे। गाय का बच्चा हो, गाय हो, वो देते थे और उसी के साथ विदा करते थे। तो बेटी को ये संदेश देते थे, देख बेटी, मेरा नाम कमाने के लिए तू ये गाय जैसी जितना चारा डालते हैं और गाय खाती है और दूध देती है, कभी शिकायत नहीं करती, इस गाय के जैसी तू अपने ससुराल में जा और मेरा नाम कमा, और अगर तुझे बासी रोटी देते हैं या खाना कुछ भी नहीं देते हैं तो शिकायत मुझे मत कर, वो गाय के जैसी। इसलिए महिलाओं के साथ साथ ये गाय दी जाती थी और वो घर के आंगन में बांधी जाती थी। ये हकीकत उस समय थी, तो क्या इसको महान संस्कृति बोलेंगे? ये तो महान नहीं, मैं तो बोलता हूँ ये गहन संस्कृति है, इसको सफाई करना पड़ेगा। और यही माडुम्पू का कहना है। माडुम्पू हो या लक्ष्मण गायकवाड़ हो या रामकृष्ण हो, हम लेखक किसी जाति धर्म से निगडित नहीं हो सकते, राजनीति में भी नहीं हो सकते। हम हमारा कहना कहेंगे, हम हमारा कहना लिखेंगे, लेकिन हमारे संस्कृति में देखिए, मैं जरा थोड़ा तीखा लगता हूँगा, लेकिन ये सच्चाई है कि हमारे देश की संस्कृति में गाय को महत्व दिया जाता है। गाय माँ होती है। मेरे बचपन में मैंने देखी है कि मेरी माँ जब मासिक पाली आती थी तो बाहर बैठती थी, और बाहर बैठती तो मैं बच्चा था, जब मेरे माँ को छू लेता था तो सारे घर में बवाल होता था कि तो उसको क्यों छुआ, वो तो आज बाहर बैठी है और उसको छूना अच्छा नहीं है, तो जा पहले गाय का पूंछ पकड़ के आ और गाय को पाए पड़। यानी मेरे माँ से बढ़कर अगर एखादा पशु बोलता है तो मैं ये मान्य नहीं करूँगा। वो गाय से भी मेरी बढ़कर मेरी माँ है। मेरी माँ की अगर इज्जत आप नहीं करते तो मैं गाय की इज्जत नहीं करूँगा। यानी गाय को घर में रखो और माँ को बाहर रखो, ये कहाँ की संस्कृति है? इसके ऊपर विमर्श होना चाहिए। और लेखक वही है जो विमर्श करता है, संशोधन करता है। क्या है ये हमारा नवरात्रि इधर होती है, रामकृष्ण जी, नवरात्रि की पूजा क्या है ये महिलाओं को ही मालूम नहीं। महिलाओं को एक ही मालूम है, वो पेड़ का झाड़ होता है, 7 फेरे मारते हैं, उसको इधर क्या बोलते हैं कि
वो यानी 7 जन्म यही मुझे नवरा मिलना चाहिए, दूल्हा मिलना चाहिए, और वो कितना भी बुरा हो तो अगले जन्म में मुझे यही नवरा मिलना चाहिए या दूल्हा मिलना चाहिए, ये प्रार्थना करती है। लेकिन क्यों ये प्रार्थना नहीं होती कि मेरी माँ सबसे बड़ी है, सबकी जननी है, और ये रस्म नवरात्र में होता है। नवरात्र क्या है? 9 महीने 9 दिन के बाद जब बच्चा पैदा होता है उसी का रस्म है। आप कभी इधर होता है नवरात्र, तो नवरात्र का ऐसा मट्टी होती है और खेती से और डिलीवरी से एक साथ नाता जोड़ा है। खेती में भी रस्म होता है, जब खेत में बीज बोते हैं तो उसी समय एक रस्म होता है, और खेत में बीज उगल आता है, बड़ा होता है, तो उसका एक रस्म होता है। वैसा महिलाओं का भी साथ साथ रस्म होता है। उसी तरह से वटभरण, ढवाळ जेवण, ये मराठी में होता है। तो ढवाळ जेवण यानी जब प्रेग्नेंट होती है तो उसकी पूजा होती है। तो वैसा ही नवरात्रि में यानी काट पे सोना नहीं, पलंग पे सोना नहीं, नीचे सोना है, और उसका जो रस्म होता है एक इतना मटका होता है, मटके में हल्दी का एक कोम डाला जाता है, और उसी का फिर वो बच्चा बोल के 9 महीने 9 दिन के बाद बाहर निकालता है। उसका रस्म बोले तो नवरात्रि है। यानी महिलाओं के इर्द गिर्द जैसा घूमता है, तो महिलाओं का प्रजारोपण, यानी दुनिया अगर किसी में चलती है तो महिलाओं के आधार पर चलती है। महिला ये सभी भगवान की दात्री है, जन्म देने वाली है। कितना भी बड़ा पुरुष हो वो महिलाओं से ही पैदा होता है। फिर महिलाओं को क्यों बुरा कहा जाता है, महिलाओं को नीचा क्यों स्थान दिया जाता है? तो अपनी माँ को अगर हम कमज़ोर मानते हैं तो व्यवस्था बदलने के लिए अगर राइटर कोई लिखता है तो वो ज़रूरत है, समाज की ज़रूरत है। और मैं चाहता हूँ कि महिला आगे आए और लिखे। आज केरल के बारे में मैं ज़्यादा इतना ही बोलूँगा। केरल बहुत बड़ा कल्चरल एक स्टेट है, बहुत पुरानी संस्कृति है। लेकिन इसी के साथ साथ केरल को मैं क्रांतिकारी सलाम करता हूँ कि यहाँ के लोग बहुत विचारशील है, लेखक है, साहित्यिक है, और सांस्कृतिक नाट्य में कितना आगे केरला है। यानी कथक नृत्य वगैरह हम रात में देख रहे थे। तो ये देखो, ये मेन स्ट्रीम कहा जाता है ना, ये मेन स्ट्रीम में अंदर की जो गंदगी है, पारंपरिक गंदगी है, वो हमको निकालना पड़ेगा। जाति व्यवस्था को खत्म करना पड़ेगा। महिलाओं का जो दुष्ट चक्र है उसके बारे में, कमजोरी का जो सिलसिला हमारे हर घर में चलता है उसको ही खत्म करना पड़ेगा, और देश को आगे लेके जाने का कार्यक्रम हमारे देश में बनना चाहिए। हर एक आदमी अपने दिल में जाति व्यवस्था एक अंदर रख के जीता है, और मैं उसका शिकार हूँ। मैं आपको मालूम है कि मैं तो बाय बर्थ क्रिमिनल ट्राइब्स का लड़का हूँ। मैं बिलोंग करता हूँ क्रिमिनल ट्राइब से, यानी हमारे देश में क्रिमिनल भी ट्राइब्स है, यानी हमेशा गुने करने वाले या चोरी उचक्के करने वाले लोग। लेकिन हम क्यों ऐसा बने इसके बारे में कोई नहीं जानता, क्योंकि 1871 में हमें ब्रिटिश ने बाय बर्थ क्रिमिनल लॉ लाया। यानी माँ के पेट से, देखो माँ के पेट से पैदा ही बच्चा क्रिमिनल बोल के आता है, गुनहगार बोल के आता है। ये सिलसिला आज भी हमारे देश में है। मैं सुना हूँ कि केरला में भी यहाँ सेटलमेंट है क्रिमिनल ट्राइब्स का कहीं तो, क्योंकि कोई लेडी कलकत्ता में आई थी और वो बोल रही थी कि मैं क्रिमिनल ट्राइब से आती हूँ, और हमारा केरला में बहुत बड़ा एक ये है कैद खाने के जैसा एक बस्ती है, और उसमें हमेशा देखरेख पुलिस की होती है। तो ये सिलसिला ब्रिटिश ने उस समय 1871 में लॉ लाया, और बच्चा पैदाइशी से गुनहगार होता है, ये लॉ बना भारत में। और हम आज़ादी की जंग लड़ने वाले, भारत की स्वतंत्रता के लिए जंग लड़ने वाले लोग हमारे, उनको बाय बर्थ क्रिमिनल बोल के कैद खाने बनाए भारत में। शायद आपको मालूम होगा
रामकृष्ण जी को मालूम होगा, क्योंकि कलकत्ता में शायद नट, कंजर, भाट वगैरह ये बाय बर्थ क्रिमिनल, इनके लिए कैद खाने हैं। दिल्ली में कैद खाना है। दिल्ली में 10, 15, 20 साल पहले मैं महाश्वेता देवी गए थे, तो वहाँ हमने ये देखा कि आज़ादी के इतने दिनों के बाद भी ये कंजर, छारा, ब्रिटिश के ज़माने में क्रिमिनल ठहरे हुए लोग, वो उनको कैद खाने में डाल के रखा है। आज भी उनको पकड़ा जाता है। 15 अगस्त, 26 जनवरी आई तो उन लोगों को पकड़ के अंदर बिठाते। मैं पुलिस कमिश्नर को पूछने गया था कि भाई आप क्यों पकड़ते हो? नहीं साहब, ये तो रिवाज है ब्रिटिश जमाने से, क्योंकि इनसे डर है, देश को खतरा है बोल के बिठाते हैं। हम चाह पानी भी करते हैं और उनको शाम को छोड़ देते हैं। यानी देश के आज़ादी के बाद अगर ये सिलसिला हम लिए है तो महिलाओं का भी वही हाल है और हमारा भी वही हाल है। तो महिलाओं ने और आज हमारे जैसे ट्राइब्स ने आके लिखना है और इस व्यवस्था के खिलाफ बगावत करना है। इसलिए आउटकास्ट के लोग अगर कास्ट में आना है, अगर एक रास्ते में आना है, तो हम सबको बदलना है। आपको मालूम नहीं, पंडित जवाहरलाल नेहरू ने 31 अगस्त 1952 में, यानी आज़ादी के 5 साल 16 दिन के बाद हमें बोला कि आप क्रिमिनल ट्राइब्स नहीं हो, नोटिफाइड नहीं हो, तो आज से आप डी नोटिफाइड हो। लेकिन डी के आगे नोटिफाइड लग गया और उसको बोला कि हम मुक्त है, लेकिन आज से आप विशेष मुक्त है। ये हमारा नाम पड़ा विमुक्त। यानी संविधान में उसकी बात कोई नहीं छिड़ी, उसके लिए कोई प्रोग्राम नहीं, उनके लिए 10 रुपया का बजट नहीं, खाली विमुक्त। यानी घूमो, पंछी पे दया आई तो पंछी के पंख काट के उसको छोड़ा जाता है। वैसी स्थिति हम लोगों की हुई भारत में। 5 साल 16 दिन के बाद आज़ाद होने से हम संविधान में नहीं है। आपको मालूम है, यकीन नहीं करोगे, लक्ष्मण गायकवाड़ भारत का 2nd सिटीजन है। मैं 1st सिटीजन नहीं हूँ आपके सामने, क्योंकि मुझे आज़ादी के 5 साल 16 दिन के बाद आज़ादी मिलने से मेरे कास्ट का कोई जनगणना या कोई प्रोविजन संविधान में नहीं है। हमें खाली डी नोटिफाइड ट्राइब्स, नोमैडिक ट्राइब्स बोला जाता है। और गांव के बाहर झुग्गी झुपड़ी होती है, वो लोग के जो लोग हमारे हिंदू से जोड़ते हैं नाता, वही लोग हमको पीटते हैं आके, क्यों हमारे गांव में बसे हो। और ये कानून ब्रिटिश का है। आज भी मारा जाता है, तोड़ा जाता है, जलाया जाता है। धर्म के नाम पे अधर्म करने का काम इस देश में होता है। जरा भाई, हम इंसान है, सब ये पुरानी बातें जरा निकाल दो। वैदिक परंपरा अलग थी। वैदिक परंपरा में हर बात में अग्नि परीक्षा महिलाओं की, दलितों की ली जाती थी। लेकिन अब आज़ादी के इतने सालों बाद हमको बदलना है। ये देखिए, जो बदलता है वो नया कुछ करता है, जो बदलते नहीं है वहीं पर गिर के रहते, मट्टी के समान, पत्थर के समान। इसलिए पेड़ पौधे हर साल अपना पत्ता झाड़ देते हैं, नए फूल आते हैं, नए फल आते हैं, हर साल उगते हैं। वैसा ही हम लोगों को बाहर जाना चाहिए। संस्कृति क्या संस्कृति होती है? अगर इंसान को हम इंसान नहीं मानेंगे, जानवरों से बदतर मारेंगे, हाथ में पत्थर लेके मारते रहेंगे, तो ये देश की प्रगति नहीं है, ये अधोगति है। और इसी के खिलाफ लेखक लिखता है, बातें करता है। इसलिए करता है कि उसको बदलना है। ज्ञानेश्वर ने उस समय लिखा है, ज्ञानेश्वर ने, आप जानते हैं ज्ञानेश्वर को, जो जो वांछिल तेथे लाहो प्राणी मात्र। यानी जो इंसान मानता है उसको सब कुछ मिले। और विश्वची माझी घर, यानी विश्व जो है वो सब मेरा मकान है। ज्ञानेश्वर ने उस समय लिखा है। तुकाराम, संत तुकाराम कितना ग्रेट था। तुझं आहे तुझं पासी पण तू जागा चुकलासी। यानी सब तेरे पास है, लेकिन फिर भी भूल भुलैया में, मिथक में इतना अटका है, जो नहीं है उसको अपना मानता है, जो मेरे पास है वो उसको नहीं मानता। ये मिथक कहानियाँ हमें गुलाम बनाने का, महिलाओं का शोषण करने का काम करती है। तब हमें ये एहसास होना चाहिए कि हम इंसान हैं और इंसान को बराबरी का अधिकार मिलना चाहिए। अच्छी बात है कि ये सब
बातें खत्म करके एक नया संविधान भारत को देने वाला एक दलित आदमी था जो डॉक्टर बाबा साहेब आम्बेडकर ने पहला संविधान में महिलाओं के लिए हिंदू कोड में पहला प्रोविजन किया कि बाप का बेटा जैसा है उसी के मुताबिक बेटी भी उसकी भी लायक है और बराबरी का दर्जा महिलाओं को मिलना चाहिए। ये बात पहली बार भारत में डॉक्टर अंबेडकर के वजह से आई। ये आपको मालूम होगा, मैं इसके बारे में ज़्यादा बहस नहीं करूंगा, लेकिन राइटिंग से क्या होता है तो राइटिंग से महिला चांद पर निकली है। चावला जैसी एक लड़की चांद पे गई, पंतप्रधान अपनी गांधी हो गई, इंदिरा गांधी हो गई, राष्ट्रपति मुर्मू हो गई। तो ये जो है सिलसिला ये क्यों बना भारत में? भारत का संविधान बदला, उस समय महिलाओं का हिंदू कोड बिल आया। आज भी मैं आपको याद दिलाना चाहता हूं कि भारत के सभी मान्यवर लोगों ने, जितने बड़े बड़े लोग थे, उन्होंने विरोध किया कि महिलाओं का पुरुष के बराबर सम्मान होने की जरूरत नहीं है। महिलाओं को 13 साल में शादी होनी है, 18 साल क्यों करते हो, इसके बारे में संघर्ष हुआ अपने भारत में और बड़े बड़े लोग थे उसमें। तो मैं चाहता हूं कि नया जमाना बदलना है, अगर नई संस्कृति पनपना है, महिलाओं को जस्टिस, दलितों को, ट्राइबल्स को, कमजोर वर्गों को अगर जस्टिस देना है तो मुझे लगता है माडमपुर के कुंज कुटीन के बाद भी हमको उनका अधूरा काम आगे लेके चलना है। तो हमको बदलना है, महिलाओं को बदलना है, यहाँ के सभी लोगों को जाति धर्म बिरादरी को छोड़ दो। सही बोले तो हमारे में बहुत पुराने रिवाज है, आज भी पीछे का पाप किया इसलिए ये जन्म में भोग रहे। मुझे कभी कभी बोलते कि गायकवाड़ आप पीछे जन्म में कुछ तो पाप किए होंगे इसलिए ट्राइब्स में पैदा हो गए। अरे क्या पीछे का काम, क्या स्वर्ग नरक किसने देखा? साला वो स्वर्ग की और नरक की डर बता बता कर हमारा बर्बाद कर दिया देश। कोई नरक नहीं, कोई स्वर्ग नहीं, सब कुछ यहाँ है और यही लाइफ में हमको सब कुछ मिलना है। ये ख्वाहिश रखना ये राइटर का काम है और लिखने का काम है। दोस्तों मैं तो बहुत बात करता हूँ, ऐसा लोग बोलते हैं, लेकिन ये बोलना भी जरूरी है क्योंकि बोले बगैर हमारा समाज सुधारने वाला नहीं है। एक पत्थर मारने के बाद अगर आम नहीं पड़ा तो 10 पत्थर मारने के बाद तो ये काम पड़ता है। तो इतना बोलने के बाद अगर एक भी आदमी बदल जाता है तो लेखक के लिए बहुत बड़ा शुगुन होता है। हम चाहते हैं कि हम बदलेंगे, हम एक नई संस्कृति लाएंगे जिसमें महिलाओं का शोषण नहीं होगा, दलित पीड़ितों का शोषण नहीं होगा। हमारा अभी पीछे का इतिहास हम छोड़ देंगे, लेकिन हमें नया ज़माना अगर लाना है। अभी कंप्यूटर का युग आया, मोबाइल में हम सब दुनिया मुट्ठी में आ गई है। तो दुनिया अगर मुट्ठी में आई है तो हमें भी बदलना है और हमें बदल के विश्व का एक नया ख्वाब देखना है। तो हमको दोस्तों ये माडमपुर कुंज कुटीन का विचार के आधार पर वो किस जाति में थे, किस पंथ में थे, हम ये नहीं देखेंगे, लेकिन विचारधारा, उनकी सोच और अन्य अत्याचार के खिलाफ खड़ा रहना हमको सीखना है। इस कार्यक्रम में, इस अच्छे उनके स्मृति दिन में मुझे आप सभी लोगों ने बुलाया। उनके कुटुंब के जो सभी से के साथ मिला, वो किनकी उनकी कितनी महानता थी कि अपने घर में अपनी बेटियों का भी नाम पर धर्म से जोड़ा। अगर तुम धर्म में अगर गंदगी फैलाते हो तो मैं नए धर्म का भी नाम स्वीकार करता हूँ, लेकिन तुम्हारी ये बुरी कृतियाँ मैंने स्वीकार नहीं करूँगा, इसके खिलाफ लड़ूंगा। कोई भी धर्म, कोई मजहब इंसान के लिए बना है। आज इंसान हर कोई धर्म के लिए मर रहा है, लेकिन ऐसा नहीं होना चाहिए। हर कोई इंसान को जिंदा रखने वाला धर्म अगर काम नहीं करता तो धर्म का भी कोई ज़रूरत नहीं है। धर्म तो लोगों को इकट्ठा रखने के लिए, आगे चलने के लिए, एक साथ रहने के लिए, समता, स्वातंत्र, बंधुत्व और न्याय के बराबर। जैसा बुद्ध बोलता है कि दुख से भरा, हम कोई ब्राह्मणवाद के खिलाफ नहीं है,
लेकिन वैदिक धर्म में जो अन्याय था उसको हमें अभी छोड़ देना चाहिए। ब्राह्मण क्या बुरा है क्या? ब्राह्मण बुरा नहीं, ब्राह्मण ने जो अच्छे कर्म किए हैं उसी के मुताबिक लक्ष्मण गायकवाड़ बदला, ये ध्यान रखो। क्योंकि बुद्ध का भी ज्ञान हमने नहीं लाया, बुद्ध का भी ज्ञान ब्राह्मण ने लेके आया है। बुद्ध क्या था? हजारों साल पहले बुद्ध का ज्ञान भी ये ब्राह्मण समाज ने आगे लेके आया। वैदिक पुराण में भी रामायण हो, महाभारत हो और कुछ हो, उसमें भी बहुत अच्छी बातें हैं, वेद है, उनका भी लेखन ब्राह्मण ने किया। सभी बुरे नहीं होते और सभी सही नहीं होते। हमें बदलने के लिए हम एक साथ आए, कोई किसी को नाम न रखे, हम नया रास्ता कैसा सबको साथ लेके चलेंगे, ऐसा कोई धर्म और कर्म करेंगे, यही जिद्द हर एक में होना है। सभी कुंजो कुटीन मैडम को मैं बहुत बहुत नमन करता हूँ, कोटि कोटि नमन करता हूँ और उनको परिवार को बहुत शांति आनंदी रहे और उनका मंगल हो, यही कामना करके मैं मेरी जगह लेता हूँ। सबसे बहुत प्यार भरा मंगल नमन। നന്ദി ശ്രീ ലക്ഷ്മൺ ഗേക്വാദ്. താങ്ക് യു സർ. ഈ പ്രഭാഷണത്തിൻ്റെ സംഗ്രഹിത രൂപം അവതരിപ്പിക്കുന്നു ഡോക്ടർ EV രാമകൃഷ്ണൻ. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മരണയുടെ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെപ്പറ്റി ഹരിദാസും വിനോദും കുറച്ചു കാലം മുമ്പ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒന്നോ രണ്ടോ കാര്യങ്ങൾ. ഒന്ന്, ഇത് വ്യക്തിപൂജയുടെ ഒരു അവസരമാക്കി മാറ്റരുത്, ഇതൊരു ചർച്ചാവേദിയായിരിക്കണം. ഇവിടെ മനു ദേവദേവൻ നമ്മോട് സംസാരിക്കും, 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഓൺലൈനിൽ സംസാരിക്കും. അദ്ദേഹം പറയുന്നത് പോലെ എല്ലാ എഴുത്തുകാരിലും വൈരുദ്ധ്യങ്ങളുണ്ടാവും, എല്ലാ എഴുത്തുകാരിലും പലതരം ആശയലോകങ്ങളുണ്ടാവും. അപ്പോൾ അവരുടെ സ്മരണ എന്ന് പറഞ്ഞാൽ അവരുടെ പെരുപ്പിച്ചു കാട്ടലല്ല, അത് അവരുടെ കൃതികളെ മറ്റ് ആശയങ്ങളുടെയും കൂടെ സന്ദർഭത്തിൽ വിമർശിക്കുക, വിമർശനാത്മകമായി സമീപിക്കുക, അതിനുള്ളൊരു അവസരമാണ്. തീർച്ചയായും അങ്ങനെ ഒരു ദിവസമാണ്, പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷ്മൺ ഗേക്വാഡ് എത്രയോ കാലമായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു മറാഠി എഴുത്തുകാരനാണ്. 5-8 കൊല്ലം ഞാൻ മറാത്ത്വാഡയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അക്കാലത്തും അറിയാമായിരുന്നു. പിന്നീട് സൂറത്തിലും സൗത്ത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും സൂറത്തിൽ വരുമായിരുന്നു, സെൻറ്റർ ഫോർ സോഷ്യൽ സ്റ്റഡീസ്. അവിടെ പുനലേക്കർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാൻ ലക്ഷ്മൺ ഗേക്വാഡിനെ എൻ്റെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ആദ്യം വിദ്യാർത്ഥികളോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പാഠപുസ്തകത്തിലൂടെ പലതും പഠിക്കുന്നു, ഞാൻ പഠിച്ചത് എങ്ങനെ ആളുടെ പോക്കറ്റ് അടിക്കാം എന്നാണ് എന്നെ ആദ്യം പഠിപ്പിച്ചത്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, ഭാരത്, പണ്ട് കാലത്ത് ഇപ്പോൾ ആരും ഉപയോഗിക്കാറുള്ള ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നു, ഭാരത് എന്ന് പറഞ്ഞിട്ട്. ആ ഭാരത് ബ്ലേഡ് ഉപയോഗിച്ചാണ്, അതിൻ്റെ ഒരു ഐറണി നോക്കണം, ആ ഭാരത് ബ്ലേഡ് ഉപയോഗിച്ചാണ് ആൾക്കാരുടെ കീശ മുറിച്ചിരുന്നത്. ഇത് പറഞ്ഞപ്പോൾ, ഇത് അദ്ദേഹം ഒരു ചൈനീസ് യാത്രയിൽ പറഞ്ഞപ്പോൾ സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ് ഒപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പറയരുത്. ലക്ഷ്മൺ പറഞ്ഞു, ഞാൻ പറയും, ഇതെൻ്റെ അനുഭവമാണ്, എൻ്റെ ഗോത്രവർഗത്തിൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവമല്ല നിങ്ങളുടെ, എൻ്റെ ഇന്ത്യ അല്ല നിങ്ങളുടെ, എൻ്റെ ഭാരത് അല്ല നിങ്ങളുടെ ഭാരത്. അപ്പോൾ ആ തരത്തിൽ ലോകത്തെ കണ്ട് ഉച്ചല്യ, എൻ്റെ ആ പുസ്തകം എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഉച്ചല്യ നിങ്ങൾ വായിക്കണം. ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് അത് മലയാളത്തിൽ ദാമോദരൻ കാളിയത്ത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉച്ചല്യയുടെ ഒരു പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞ പോലെ ഈ ഗോത്രവർഗ അനുഭവങ്ങൾ ഗ്രാമത്തിന് പുറത്ത് എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ പോലും അവർക്ക് സ്വൈരമായിട്ട്
ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. ഏത് നിമിഷവും പോലീസ് വന്ന് പിടിച്ചു കൊണ്ടുപോവാം. ഇതൊരു പശ്ചാത്തലം ഞാൻ പറയുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ പുലരുന്നുണ്ട്. ഡീനോട്ടിഫൈഡ് ട്രൈബ്സിനെ പറ്റി അവസാനം അദ്ദേഹം പറഞ്ഞു. ഇന്നും ഞാൻ ഗുജറാത്തിൽ എത്രയോ കാലം ജീവിച്ച ആളാണ്. ഗണേഷ് ദേവി നമ്മുടെ രണ്ടുപേരുടെ അടുത്ത സുഹൃത്താണ്. മഹേശ്വര ദേവി, ഗണേഷ് ദേവി, ഇവരൊക്കെ കൂടി ഡീനോട്ടിഫൈഡ് ട്രൈബ്സിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചാര കമ്മ്യൂണിറ്റി, അവരിൽപ്പെട്ട പലരെയും എനിക്കറിയാം. എവിടെ ഒരു കുറ്റകൃത്യം നടന്നാലും ഇന്നും പോലീസ് അവരെ പോയിട്ട് അറസ്റ്റ് ചെയ്യും. കാര്യങ്ങൾ എത്രത്തോളം മാറിയിട്ടും ഇവരുടെ ജീവിതശൈലിയിലൊന്നും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഒരു ചാര സമുദായത്തിൽപ്പെട്ട ഒരാൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു സെമിനാർ നടത്തിയപ്പോൾ വന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാല് വിറ്റിട്ടാണ്, എൻ്റെ സമുദായക്കാർ പലപ്പോഴും കളവ് നടത്തിയിരുന്നു, ഞാൻ പാല് വിറ്റിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് വന്നത്, നിങ്ങൾ പാലല്ല, പാലിൽ മദ്യമാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്ലാസ്റ്റിക് ബാഗും എടുത്തുകൊണ്ടുപോയി എന്നെയും പിടിച്ചു കൊണ്ടുപോയി. ഞാൻ മദ്യം വിൽക്കുന്നതാണ്, വ്യാജ മദ്യം വിൽക്കുന്നതാണ് എൻ്റെ പേരിലുള്ള ചാർജ്. അപ്പോൾ ചിലതരം ജന്മങ്ങളുടെ വിധി സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നും എത്രത്തോളം മാറി എന്ന്, പലതും മാറിയിട്ടുണ്ട്, പക്ഷേ വേണ്ട വിധം മാറിയോ എന്നൊക്കെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിദീർഘമായിട്ടൊന്നും, നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാവും, അദ്ദേഹം പറഞ്ഞത് സരളമായ ഹിന്ദിയിലാണ്. ഒരു 4-5 ആശയങ്ങൾ നിങ്ങൾ മുന്നിൽ വെക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കുടുംബം എന്ന സ്ഥാപനം തന്നെ സ്ത്രീയുടെ ചൂഷണത്തിന് കാരണമാവുന്നു. അത് മാഡമ്പിൻ്റെ ഭ്രഷ്ട് എന്ന പുസ്തകത്തെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹവുമായി പങ്കിട്ടിരുന്നു. അതിൻ്റെ ഒരു സന്ദർഭത്തിലാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ആദിവാസികളിൽ സ്ത്രീകൾക്ക് ആണ് സ്ത്രീധനമല്ല പുരുഷധനായിരിക്കും. അപ്പോൾ അവരിൽ സ്ത്രീധനമെന്ന ഒരു സമ്പ്രദായമേ ഇല്ല. ഒരുപക്ഷെ ഉന്നത ജാതികൾ ഇല്ലാത്ത സ്വാതന്ത്ര്യം ഗോത്രവർഗക്കാരിലും ആദിവാസികളിലൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് അത്ര തന്നെ പേടിക്കേണ്ടി വരാറില്ല. ഒരു കാര്യം അദ്ദേഹം, മാധവ് കുൽക്കർണി, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വിധവയായ അന്തർജനങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി വലിയ ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള മുറിയോ ഒരു വാട അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ മുറികൾ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ഭക്ഷണക്രമം പോലും ഉപ്പ് ചേർക്കില്ല, അവർക്ക് പലതും നിഷിദ്ധമായിരുന്നു. ആ തരത്തിലുള്ള ഒരു ജീവിതം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ബ്രാഹ്മണ വിധവകൾ മഹാരാഷ്ട്രയിൽ. ഇത് അദ്ദേഹം എടുത്തു പറഞ്ഞു. വേറൊന്ന് പറഞ്ഞത്, നമ്മുടെ കാർഷിക സംസ്കൃതിയിൽ ഒരു പക്ഷേ സ്ത്രീകൾക്കായിരുന്നു പുരുഷന്മാരെക്കാളും കൂടുതൽ പ്രാധാന്യം. ഈ ഗോതമ്പ് കൈകൊണ്ട് പൊടിച്ച് ചക്കിയിൽ പൊടിക്കുന്ന സ്ത്രീകൾ പാടുന്ന പാട്ടിൽ അവർ പറയുമായിരുന്നു, രാമൻ സീതയ്ക്ക് യോജിച്ചവനല്ല, രാമൻ ഒരു പക്ഷേ സീതയുടെ അത്ര ആജ്ഞാശക്തിയോ ധൈര്യമോ ഇല്ലാത്ത ആളാണെന്ന് സ്ത്രീകളുടെ പാട്ടിലുണ്ടെന്ന് അദ്ദേഹം പറയായിരുന്നു. കല്യാൺ എന്ന സ്ഥലത്ത് നടന്ന ചില കാര്യങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു, സ്വന്തം കുടുംബത്തിലെ ആൾക്കാർ. ഈ പീഡനകഥ ഇന്ത്യയിൽ മുഴുവൻ തുടരുന്നുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. രത്നഗിരിയിലെ ഒരു പെൺകുട്ടി എഴുതിയ ഒരു ആത്മകഥ ആഖ്യാനത്തിൻ്റെ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, അമ്മയും അച്ഛനും എന്നെ വിൽക്കാൻ ശ്രമിക്കുകയാണ്, പെൺകുട്ടികളെ വിൽക്കാനുള്ള ശ്രമം നടക്കുകയാണ്. സ്ത്രീ ഒരു ശരീരം മാത്രമായി, വിൽപ്പനച്ചരക്കായി, ദല്ലാളുകളുടെ ഇരകളായിട്ട് മാറുന്ന വ്യവസ്ഥയിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് ലക്ഷ്മൺ ഗെയ്ക്വാഡ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ പലപ്പോഴും സ്ത്രീയെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവരൊപ്പം ഒരു പശുവിനെയും കൊടുത്തുവിടും.
പശുവിനെ അനുകരിച്ച് ജീവിക്കുക. ഗോമാത എന്ന സങ്കല്പത്തെ അദ്ദേഹം വളരെ ശക്തമായി വിമർശിച്ചു. പലപ്പോഴും അമ്മയെ സ്പർശിച്ചാൽ എനിക്ക് അശുദ്ധം വരും, പശുവിൻ്റെ വാല് പിടിക്കണം, പിന്നെ പോയിട്ട് പശുവാണ് വിശുദ്ധം എന്നാണ് ഇന്ത്യയുടെ സനാതന സംസ്കാരം പറയുന്നതിനെ അദ്ദേഹം വളരെ ശക്തമായി വിമർശിച്ചു. അദ്ദേഹം ഇതും പറഞ്ഞു, പശു മാത അല്ലെങ്കിൽ ഗോമാതയെപ്പറ്റി പറയുന്ന അതേ സംസ്കാരം സ്ത്രീയെ ഭർത്തൃപൂജയ്ക്ക് വേണ്ടി അവരുടെ ആചാരങ്ങളിൽ നിർബന്ധിച്ച് ഭർത്താവിനെ പൂജിക്കുക, ഇനി വരുന്ന ജന്മങ്ങളിലും എനിക്ക് ഇതേ ഭർത്താവിനെ കിട്ടണം എന്നുള്ള പൂജ പ്രാർത്ഥന. പക്ഷെ അദ്ദേഹം പറയുന്നത് നവരാത്രി അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം അത് സ്ത്രീകളാണ് ജീവൻ്റെ ആധാരം എന്നാണ് നവരാത്രിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കല്പം എന്നാണ് അദ്ദേഹം. ഞാൻ അത് ദീർഘിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ദീർഘമായിട്ടുള്ളൊരു ഇതായിരുന്നു. തീർച്ചയായും ജാതി വ്യവസ്ഥയുടെ പലതരം രൂപങ്ങൾ കേരളത്തിലുള്ളതല്ല, ചിലപ്പോൾ മഹാരാഷ്ട്രയിൽ കാണുക, അതല്ല ഗുജറാത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതൊക്കെ കൊണ്ട് അദ്ദേഹം അവസാനത്തെ സമയത്ത് പറഞ്ഞ ഈ കാര്യങ്ങൾ ക്രിമിനൽ ട്രൈബ്സ് എന്ന നിലക്ക് ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളത്തിലടക്കം ധാരാളം ജാതിക്കാരെ നിയമവ്യവസ്ഥക്കുള്ളിൽ തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറ്റവാളികളാണ് എന്ന ഒരു നിയമം ബ്രിട്ടീഷുകാർ 1870 കാലത്ത് കൊണ്ടുവന്നിരുന്നു. അത് എടുത്തു കളഞ്ഞപ്പോൾ, അതായത് സ്വാതന്ത്ര്യം കിട്ടി 5 കൊല്ലവും 16 ദിവസം കഴിഞ്ഞ ശേഷമാണ് നെഹ്റു പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് ആണ്, DNT. എന്നാലും നിങ്ങൾ ഡീനോട്ടിഫൈഡ് എന്ന വാക്ക് ഇവരുടെ ട്രൈബ്സിൻ്റെ ഒപ്പം ചേർന്നുവെങ്കിലും അവർക്കതിന് വേണ്ടിയിട്ടുള്ള ഒരുതരം അവകാശങ്ങളോ പ്രിവിലേജസോ അതൊന്നും തന്നെ കിട്ടിയിട്ടില്ല. മാത്രമല്ല അതിനായിട്ടുള്ള ബജറ്റോ അതിനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ യാതൊരു തരം പരിഷ്കാര നടപടികളോ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു പക്ഷേ ജ്ഞാനേശ്വരനെയും തുക്കാറാമിനെയും ഒക്കെ അവസാനം അംബേദ്കറെയും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്ന സങ്കല്പം നമുക്ക് തന്നത് ഇത്തരം വലിയ കവികളും ചിന്തകരുമാണ്. അംബേദ്കറാണ് ഒരു പക്ഷേ നമ്മുടെ വിമോചനത്തിന് ഏറ്റവും വലിയ ഒരു രേഖ. ഒരു പക്ഷേ ഇന്നും നമ്മൾ ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി തന്നുള്ളത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ്. അതിന് അംബേദ്കറോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവസാനം അദ്ദേഹം എടുത്തു പറഞ്ഞു, സ്ത്രീകളുടെ ശോഷണം, സ്ത്രീകളുടെ ചൂഷണം ഏത് സമൂഹത്തിൽ നിലനിൽക്കുന്നുവോ ആ സമൂഹം ഒരിക്കലും സ്വതന്ത്രമല്ല, അതൊരിക്കലും പരിഷ്കൃതമല്ല, അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റി ആണെന്ന് പറയാനാവില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം ഈ തൻ്റെ പ്രസംഗം ഉപസംഹരിച്ചത്. ശ്രീ ലക്ഷ്മൺ ഗേക്വാഡ്, നിങ്ങൾ യു ഡെലിവേർഡ് എ വണ്ടർഫുൾ ലെക്ചർ ആൻഡ് എംഫസൈസ് ദ വിമൻസ് ക്വസ്റ്റ്യൻ as a very important central significant issue even in today's India. Things have changed, but much of it has remained the same for women, and that's what you conveyed. Thank you for giving a very appropriate and wonderful lecture for this occasion. We will all remember you with great fondness. അടുത്തതായി മാടമ്പ് കുഞ്ഞിക്കുട്ടൻ സ്മാരക പ്രഭാഷണം. മുൻവർഷത്തിൽ ഡോക്ടർ കേശവൻ വെളുത്താട്ട് മാടമ്പിൻ്റെ നവോത്ഥാന പശ്ചാത്തലം എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നിർവഹിച്ചിരുന്നു. ഇന്ന് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്ന വൈരുദ്ധ്യാത്മക ജീവിതം എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം അവതരിപ്പിക്കുന്നു ഡോക്ടർ മനു വി ദേവദേവൻ. ഡോക്ടർ മനു വി ദേവദേവൻ ചരിത്രകാരൻ, വിവിധ ഭാഷകളിലെ എഴുത്തുകാരൻ, വിവർത്തകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഇദ്ദേഹം IIT മണ്ടിയിൽ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പ്രൊഫസറായി പ്രവർത്തിക്കുന്നു. എ പ്രീ ഹിസ്റ്ററി ഓഫ് ഹിന്ദുയിസം, ക്ലിയോസ് ഡിസൻഡൻസ്, എസ്സേസ് ഇൻ ഓണർ ഓഫ് കേശവൻ വെളുത്താട്ട് എന്നിവയാണ് പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. 2019 ദി ഇൻഫോസിസ് പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റീസിന് അർഹനായി. അദ്ദേഹത്തിന് വരാൻ സാധിക്കാത്തതിനാൽ നമ്മോട് ഓൺലൈനായിട്ട് അദ്ദേഹം സംവദിക്കുന്നതാണ് അല്പനിമിഷങ്ങൾക്കകം.
ഓക്കെ ഓക്കെ, ഞാനിത് നേരത്തെ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വീഡിയോ ഓഫ് ആക്കാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ശബ്ദം ചിലപ്പോൾ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ശബ്ദം കേൾക്കാലോ അല്ലേ? നമസ്കാരം. കഴിഞ്ഞ വർഷം മാർച്ച് 8-ാം തീയതി ശ്രീ VN ഹരിദാസ് എനിക്കൊരു മെയിൽ അയച്ചിരുന്നു. ആ ദിവസം തന്നെ അയച്ചത് യാദൃച്ഛികമാണ് കേട്ടോ, അല്ലാതെ അന്ന് ലോക വനിതാ ദിനമായതുകൊണ്ടല്ല. മെയില് അദ്ദേഹം ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ ഓർമ്മയിൽ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിച്ച കാര്യം അറിയിച്ചു. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ചരമവാർഷികത്തിന്റെ അന്ന് ഇതുപോലെ പ്രഭാഷണവും ചർച്ചകളും സംവാദമൊക്കെ അടങ്ങുന്ന ഒരു വേദി ഒരുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറഞ്ഞു. ആ വഴിക്കുള്ള ആദ്യത്തെ പ്രഭാഷണം നടത്താനാവോന്ന് അറിയാനാണ് ഹരിദാസ് എനിക്ക് എഴുതിയത്. മെയിൽ വായിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ പൊതുജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നവരും നമ്മുടെ ചരിത്രത്തില് പല തരത്തിലും പല അളവിലും തങ്ങളുടെ സ്വാധീനം അറിയിച്ചവരും ഒക്കെ വളരെ പെട്ടെന്നാണ് നമ്മുടെ പൊതു ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോണത്. വളരെ പെട്ടെന്നാണ്. മഹാസങ്കടമുള്ള കാര്യം അത്, പക്ഷെ അതാണ് വാസ്തവം. അവര് നമ്മുടെ പൊതുബോധത്തിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോകും. ഇപ്പറഞ്ഞത് എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. ശങ്കരനും എഴുത്തച്ഛനും മനോരമ തമ്പുരാട്ടിക്കും ബാധകമാണ്, ഉണ്ണിയാർച്ചയ്ക്കും വേലുത്തമ്പി തളവിക്കും ഗൗരിലക്ഷ്മി ബായിക്കും ബാധകമാണ്. അതേപോലെ തന്നെ നാരായണ ഗുരുവിനും കുരിയടത്ത് ദാത്രിക്കും അയ്യങ്കാളിക്കും ബാധകമാണ്, AR ഗൗരിയമ്മയ്ക്കും പ്രേംനസീർ യേശുദാസനും ബാധകമാണ്. ഇവരുടെ ഓർമ്മകള് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അത് ഒരു സംഘടനയോ സ്ഥാപനമോ വഴിയാവാം, ഒരു പ്രസ്ഥാനത്തിലൂടെ ആവാം, അഥവാ ഒരു സമുദായത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ആവാം, ഒരു ഭരണകൂടത്തിന്റെ തന്നെ പ്രവർത്തനങ്ങളിലൂടെ ആകും. അതായത് കുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളിൽ ആ വ്യക്തിയുടെ ഒരു ജീവചരിത്രമോ അദ്ദേഹം വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഉൾപ്പെടുത്തുക. ഇപ്പൊ ഈ കാണുന്ന പോലെയുള്ള ചർച്ചകളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും അടങ്ങുന്ന ഒരു വേദി ഒരുക്കുക. കവിയരംഗ, ഈ കഥ, കവിത, ലേഖനം എന്നൊക്കെ പറഞ്ഞ ഓരോ തട്ടിപ്പുകളുണ്ടല്ലോ, അതിന്റെയൊക്കെ മത്സരങ്ങൾ നടത്തുക. ആ വ്യക്തിയുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തുക, ഒരു മ്യൂസിയം സ്ഥാപിക്കുക. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വഴി ആ വ്യക്തിയുടെ ഓർമ്മ നിലനിർത്താൻ പരോക്ഷമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതൊക്കെ ആ വ്യക്തിയെ പറ്റി ബോധവൽക്കരണം ഉണ്ടാവാൻ സഹായിക്കുന്നോ അവരെ നമ്മൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നോ അല്ല കേട്ടോ ഈ പറഞ്ഞു വരുന്നത്. മ്യൂസിയം സ്ഥാപിക്കണ കാര്യം പറഞ്ഞല്ലോ. മ്യൂസിയം സ്ഥാപിക്കണോണ്ട് ഇന്ത്യയില് ആരെ പറ്റിയും അവബോധം വർദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിള്ളിക്കുരിശി മംഗലത്ത് പോയാലേ അവിടെ കുഞ്ഞൻ നമ്പ്യാരുടെ വീട് ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ട്. മനുഷ്യനുണ്ടാവില്ല അവിടുത്തെ ജീവനക്കാരൊഴികെ. അതേപോലെ പയ്യോളിയില് കുഞ്ഞാലി മറ്റേ മ്യൂസിയം ഉണ്ട്. തകഴിയില് കയറു എഴുതിപ്പട്ടികളൊക്കെ എഴുതിയുള്ള പേരിൽ മ്യൂസിയം ഉണ്ട്. ആരെങ്കിലും പോണുണ്ടോ അവിടെയൊക്കെ? ഞാൻ പറഞ്ഞത് ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഓർമ്മ നിലനിൽക്കാൻ സഹായിക്കുന്നതാണ്. അതിനപ്പുറം ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതന്നെ വലിയൊരു കാര്യമാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാച്ചാൽ എന്താ ഉണ്ടാവും നിശ്ചയുണ്ടോ? ഒരു 10 കൊല്ലത്തേക്ക് ഇതൊക്കെ വേണ്ടെന്ന് വെക്കാം. പാഠപുസ്തകങ്ങളില്ല, നവോത്ഥാനത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങളില്ല, യൂട്യൂബില്ല, അവാർഡില്ല. ഇങ്ങനെ ഉണ്ടാവുമ്പോ ആ 10 കൊല്ലങ്ങൾക്ക് ശേഷം ആരെങ്കിലും കുമാരനാശാൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പ്രതികരണം എന്നറിയോ? കുമാരനാശാൻ എവരും കേട്ടിട്ടുണ്ടല്ലോ എന്നടി. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ആശാന്റെ കാര്യത്തിൽ അത് സംഭവിക്കുമെന്ന് ആരും ഭയപ്പെടണ്ട. കാരണം ആശാൻ പലതരം മാധ്യമങ്ങളിലും പല രീതികളിലും വേദികളിലും ഒക്കെ നിറങ്ങി നിൽക്കുന്ന ഒരാളാണ്. ആരും ആശാനെ മറക്കാനും വഴിയില്ല. പക്ഷെ ആശാന് പോലും ബാധകമാണ് ഈ പറഞ്ഞതെന്നാണ് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ഒരു സന്തോഷത്തിന് പലതും കാലാധിപത്യമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞ് സമാധാനിക്കാവുന്നേ ഉള്ളൂ. ഈ കാലാതവൃത്തി എന്നൊക്കെ പറയണത് നേരത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാണ്ടായാൽ പിന്നെ കാളികത്തിനില്ല, ടെക്സ്റ്ററുമില്ല, വൃത്തിനെക്കുള്ള മാടമ്പിന്റെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്.
ആ ഫൗണ്ടേഷൻ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കണത്ര കാലം മാടമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവും. അതാണ് സന്തോഷം തോന്നാനുള്ള ഒരു കാര്യം. അതേസമയം ഹരിദാസിന്റെ മെയിൽ വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതവും തോന്നി. കാരണം കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ട് കാലമായിട്ട് കേരളത്തിലെ സാഹിത്യ സിനിമ മേഖലകളിലെ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായിരുന്നു മാടമ്പിൻ്റെത്. പ്രതിഭാധനനായ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഏർപ്പെടുത്തുന്ന ആദ്യത്തെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്ത് മാടമ്പ് സ്മാരക പ്രഭാഷണം നടത്തേണ്ടത് മാടമ്പിന് നന്നായി പരിചയമുള്ള ഒരാളാവണം, അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതോ താല്പര്യമായ ഒരു മേഖലയില് ഇതേപോലെ തന്നെ പ്രതിഭാധനനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാവണം എന്നാണ് എൻ്റെ ഒരു ധാരണ. രണ്ടും എനിക്കില്ല. എനിക്ക് മാടമ്പിന് പരിചയം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തെ ആകെ കൂടി കണ്ടിട്ടുള്ളത് 4-5 പ്രാവശ്യം. നടാട് കാണുമ്പോ എനിക്ക് ശരിക്കും 16 തികഞ്ഞിട്ടില്ല. ഒരു അകന്നൊരു ബന്ധുവിന്റെ മേൽക്കൂരയ്ക്കടിയിലാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ ബാംഗ്ലൂരാണ്. അപ്പോ അന്നൊക്കെ എനിക്ക് കേരളമായിട്ടുള്ള സമ്പർക്കവും ബന്ധവും പരിചയവും ഒക്കെ കക്ഷിയായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര പരിചയം നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അന്ന് എനിക്ക് മലയാളം വായിക്കാൻ കൂടി അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് പത്രം നോക്കിയിട്ടാണ് ടിവിയില് ഏത് മലയാളം സിനിമയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ദിവസം പത്രത്തിലെ സിനിമയുടെ പേര് കണ്ടു, നാട് നാറെന്ന് നോക്കും. സിനിമയാണോ സീരിയലാണോ അത് നാടകമാണോ ഇപ്പൊ ഓർമ്മയില്ല. പേര് നാട് നാറുന്നു. അച്ഛനാണ് പറഞ്ഞു തന്നത് അത് നാട് ഉണരുന്നു എന്നാണ്. ഇംഗ്ലീഷ് എഴുതുമ്പോൾ 2 വരെ സ്പെല്ലിംഗ് ആണല്ലോ. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഞാൻ മാടമ്പിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അന്ന് കണ്ട ഒരു സിനിമയില് അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് ഓർത്തു. അപ്പൊ ഒരു സിനിമാ തന്നെ കണ്ടു എന്നുള്ള സന്തോഷമായിരുന്നു അന്ന്. അപ്പൊ ഞാൻ എൻ്റെ ബന്ധുവിനോട് ചോദിച്ചു, പൈതൃകം എന്ന് പറയുന്ന സിനിമയിലെ ഗീത അവതരിപ്പിച്ച ഗായത്രി എന്ന കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആളല്ലേ അയക്കണത്? അതെല്ലോ. എന്താ പേര് അറിയില്ലേ? സാക്ഷാൽ മാടമ്പ് കുഞ്ഞുട്ടനായിരിക്കണത്. കേട്ടില്ലേ? കേട്ടിരിക്കണു. പക്ഷെ ഇദ്ദേഹം ആവുന്നത് നിരീക്ഷിച്ചില്ല. അല്ല, ആ പ്രായത്തില് ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഏതായാലും അന്ന് ഞാൻ മാടമ്പിനെ ചെന്ന് കണ്ടു, ഒരു 2 മിനിറ്റ് സംസാരിച്ചു. അപ്പൊ കുട്ടി എന്താ ചെയ്യണത്, 10ാം ക്ലാസ് കഴിഞ്ഞല്ലേ, ഇനി എന്താ തന്റെ അടുത്ത പരിപാടി എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു. എനിക്ക് സന്തോഷമായി. ഒരു സിനിമാ നടനോടാണല്ലോ സംസാരിച്ചതേ. പിന്നീട് ഞാൻ മാടമ്പിനെ കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഡൽഹിയിൽ വെച്ച് ഒരു 3-4 തവണ കണ്ടിട്ടുണ്ടാവും. കാണുമ്പോഴൊക്കെ ധാരാളം സംസാരിക്കും, 3-4 മണിക്കൂറൊക്കെ സംസാരിക്കുക. അപ്പൊ ഓരോ തവണയും എനിക്ക് തോന്നും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ചെന്ന് കാണണം. കാരണം മാടമ്പ് ചെറിയൊരു എൻസൈക്ലോപീഡിയ ആയിരുന്നേ. പരിമിതമായ ചില മേഖലകളിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രാവീണ്യം ഉണ്ടായിരുന്നത്. നമുക്കൊക്കെ അങ്ങനെയാണല്ലോ, അങ്ങനെ അല്ല എന്നാണ് ആക്ഷേപിച്ചാലും. പക്ഷെ തനിക്ക് അറിവുള്ള മേഖലകളില് മാടമ്പിന് ആ വിഷയത്തിന്റെ അഭേദത്തിൽ നവോദയം തുടങ്ങി രാജസ്ഥാനാനുമോദനം വരെ സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പൊ കാര്യമായിട്ട് കുറെ വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും അദ്ദേഹത്തെ കണ്ടാല്. ഏതായാലും അത് ഉണ്ടായില്ല. ഞാൻ താമസിച്ചിരുന്നത് കേരളത്തിലായിരുന്നു. ഒരു പക്ഷെ ഞാൻ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ചെന്ന് കാണുമായിരുന്നു. അപ്പോ ഇതാണ് എനിക്ക് മാടമ്പുമായുള്ള പരിചയം. ഇനി നമ്മുടെ പ്രവർത്തന മേഖലയുടെ കാര്യം പറയാച്ചാല് അവിടെ അങ്ങനെ സാമ്യമൊന്നുമില്ല. ഞാൻ ചരിത്രം പഠിക്കുന്ന ഒരാളാണ്. പലതരം ചരിത്രത്തിൽ താല്പര്യമുണ്ട്. രാഷ്ട്രീയ ചരിത്രം, സാമ്പത്തിക ചരിത്രം, ഒരു പ്രദേശത്തിന്റെ ചരിത്രം, അതേപോലെ ഭാഷയുടെ ചരിത്രം, കലയുടെ സാഹിത്യത്തിന്റെ ചരിത്രം, ശാസ്ത്രത്തിന്റെ ചരിത്രം. അപ്പൊ അക്കൂട്ടത്തില് മലയാള സിനിമയും സാഹിത്യവും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണ്. അപ്പൊ സിനിമയുടെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ ഒരു 25 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രത്തെ ഒരു എഴുതിയിട്ടുണ്ട്. സാഹിത്യം വായിക്കാറുണ്ട്, പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അച്ചിചരിതങ്ങള്, സന്ദേശകാവ്യങ്ങള്, രാമചരിതം പോലെയുള്ള പാട്ടുകൾ തുടങ്ങി
നമ്മുടെ ഉണ്ണായി വാര്യര് അല്ലെങ്കിൽ കുഞ്ചൻ നമ്പ്യാര്, രാമപുരത്ത് വാര്യര് എന്നിവരുടെ കാലം വരെയുള്ള ഒരു 600 കൊല്ലത്തെ കേരള സാഹിത്യത്തിന്റെ ചരിത്രമാണ് ഞാൻ എൻ്റെ PhD-ക്ക് ഗവേഷണ വിഷയമായിട്ട് പഠിച്ചത്. സിനിമയും സാഹിത്യമൊക്കെ ആസ്വദിക്കുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വരുന്നത് സിനിമ സാഹിത്യ മേഖലകള് എൻ്റെ പഠനത്തിന്റെ വിഷയങ്ങളുകൊണ്ട് അതിൽ പെടുന്നതാണ്, ആസ്വാദനത്തിന്റെയും വിഷയങ്ങളാണ്, പ്രവർത്തന മേഖലകളല്ല. അതുകൊണ്ട് ആദ്യത്തെ മാടമ്പ് അനുസ്മരണ പ്രഭാഷണം നടത്താൻ പറ്റിയ ഒരാളല്ല ഞാൻ എന്നായിരുന്നു എൻ്റെ ഒരു നിലപാട്. അതായത് ആ ദിവസങ്ങളിൽ മറ്റൊന്ന് 2 ദിക്കിലേക്ക് പോകാൻ ഞാൻ ഏറ്റിയായിരുന്നു. അതുകൊണ്ട് വരാൻ പ്രയാസമെന്ന് ഞാൻ ഹരിദാസിനോട് പറഞ്ഞു. പക്ഷേ ഹരിദാസ് വിടുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ വർഷം വരാന്ന് ഏറ്റത്. അതിപ്പോ എങ്ങനെയാവുകയും ചെയ്തു. മാടമ്പിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്നൊന്നും എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല. അവസാനമായിട്ട് കാണുന്നത് ഒരു 15 വർഷം മുമ്പാണ്. അന്ന് ഞാൻ PhD-ക്ക് പഠിക്കുക. അപ്പൊ എൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ പോയത്. പ്രത്യേകിച്ച് കുഞ്ചൻ നമ്പ്യാരെ പറ്റി. ഞാന് ഗണേശൻ മാഷിന്റെ KN ഗണേശൻ അദ്ദേഹത്തിന്റെ കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും എന്ന പുസ്തകം വായിച്ചിരുന്ന ഒരു കാലമാണ്. ആ പുസ്തകത്തില് ഗണേശൻ മാഷ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയത്. ബോധത്തിന്റെ 2 അവസ്ഥകളെ പറ്റി ഗണേശൻ മാഷ് പറയുന്നുണ്ട്. ഒന്ന് ധ്യാനം, മറ്റൊന്ന് ഉത്സവം. അപ്പൊ മാടമ്പിന് ഇതേപ്പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമെന്ന് ഞാൻ കരുതി. ഇങ്ങനെയാണ് ഞാൻ കാണാൻ ചെന്നത്. അതുണ്ടായില്ല. 2 പേരും ആണിന്റെ കാര്യം പറഞ്ഞില്ലേ, ജില്ലക്കാരാവുമ്പോഴേ ഈ ആണിച്ചെണ്ണം ദീർഘമ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതൊക്കെ ആവശ്യത്തിൽ അധികമുള്ള 2 പേരാണ് ഞങ്ങള്. അപ്പൊ അങ്ങനെ മംഗലാംകുന്ന് ഗണപതി, തിരുവമ്പാടി കുട്ടിശങ്കരൻ, ആറന്മുള രഘു, പിന്നെ പഴയ കുറെ ആനകൾ ഉണ്ടായിരുന്നല്ലോ. ഒന്നിയിൽ കൊച്ചയ്യപ്പൻ, അന്നമല ഉണ്ടായിരുന്ന ചന്ദ്രമത്ത് ഗോപാലൻ, ഇതൊക്കെയായി ചർച്ചാ വിഷയം. അങ്ങനെ അന്ന് ഞാൻ 2 കൃതികളെ വായിച്ചിട്ടുള്ളൂ, ഭ്രഷ്ടും മഹാപ്രസ്ഥാനവും. അച്ഛൻ പറഞ്ഞിട്ടാണ് ഭ്രഷ്ട് വായിച്ചത്. അല്ല, അങ്ങനത്തെ ഈ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന കൃതികളൊക്കെ വായിക്കുക എന്നുള്ളൊരു ശീലായ്മയോട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മഹാപ്രസ്ഥാനം വായിക്കുന്നത്. ബാക്കിയുള്ള കൃതികളൊക്കെ പിന്നീട് വായിച്ചതാണ്. മാടമ്പിന്റെ കൃതികൾ വായിക്കുമ്പോഴൊക്കെ എനിക്ക് അതില് ആകർഷകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം കൈകാര്യം ചെയ്യണ വിഷയങ്ങളുടെ ഒരു വൈവിധ്യമാണ്. എന്തൊരു വെറൈറ്റിയാണ്. ഒരു നിഷേധിയായ ഒരു നമ്പൂതിരിയുടെ കഥയാണ് ആദ്യ നോവലിൽ പറയണത്, അശ്വത്ഥാമാവ്. നിഷേധം മാടമ്പിന്റെ കൃതികളിലെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, പ്രധാനപ്പെട്ട ഒരു ലൈറ്റ് മോട്ടീവ് എന്നൊക്കെ പറയാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവല് വരെ ഇത് തുടർന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മാടമ്പ് ജനിച്ചു വളർന്ന കാലഘട്ടത്തെ ചരിത്രമാണ് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴ് ഇന്ത്യൻ സാഹിത്യത്തില് പ്രത്യേകിച്ച് നോവലുകളില് 50കളുടെ അവസാനം മുതൽക്ക് രസമുള്ളൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പൊ VS ഖാണ്ഡേക്കറുടെ യയാതി എന്ന മറാഠി നോവലിലാണ് ഞാനത് ആദ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിനുമ്പും കാണുവരിച്ചെടുപ്പോ യയാതിയിലാണ് ഞാനത് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. യയാതിയില് പിതാവായ യയാതിയുടെ ധാർമ്മികതയെ ഖാണ്ഡേക്കർ ചോദ്യം ചെയ്യാണെന്ന് പറഞ്ഞുകൂടാ. യയാതി സ്വന്തം ധാർമ്മികതയെ ചൊല്ലി കുറ്റബോധം അനുഭവിക്കുക. സ്വന്തം വിഷയാസക്തിക്ക് വേണ്ടിയിട്ട് മകനായ പൂരുവിനോട് യൗവനം കടം വാങ്ങാൻ ഒരുമ്പെട്ടതിന്റെ ഒരു കുറ്റബോധം നമുക്കവിടെ കാണാം. അപ്പൊ ഖാണ്ഡേക്കർ അച്ഛനായ യയാതിയെ വിമർശിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 1959 നോവലാണ് യയാതി. 61 ഗോപിനാഥ് മഹാന്തി ഒരു ഒറിയ നോവല് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ലയ വിലയ എന്നാണ് നോവലിന്റെ പേര്. അതിലെ കഥ എന്ന് വെച്ചാല് കൽക്കട്ടയിലുള്ള ഒരു ഇടത്തരം കുടുംബത്തിലെ തരുൺ റോയ് എന്ന വ്യക്തി
ഭാര്യ മകളൊത്ത് 4 ദിവസം ചെലവഴിക്കാനായിട്ട് ഒറീസയിലെ പൂരിയിലേക്ക് വരുന്നതാണ്. അതാണ് കഥ. കഥയൊന്നുമില്ല, ഇത് ബോധധാരയാണ് ഈ നോവലിന്റെ ഒരു രചനാ രീതി. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ മകൾ ചലന വലുതായി, അവളെ വിവാഹം കഴിച്ച് അയക്കണം. പക്ഷെ അതിന് സ്ത്രീധനത്തിന് കൊടുക്കാനുള്ള പണം കയ്യിലില്ല. എന്താ വേണ്ടെന്ന് നിശ്ചയില്ല. അങ്ങനെ ഒരുതരം ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് കരീം റോയ്. ഏതൊരു യുവാവിനെ കണ്ടാലും അയാള് വിവാഹിതനാണോ, മകൾക്ക് പറ്റിയ വരൻ അയക്കുമോ, സ്ത്രീധനം ഇല്ലാണ്ട് പെണ്ണിനെ സ്വീകരിക്കുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകള്. വളരെ ദുർബലനായ ഒരു പിതാവിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഗോപിനാഥ് മഹന്തി വരച്ച് കാണിക്കുന്ന ഈ പിതാവിന്റെ ചിത്രം വളരെ ശോചനീയമായ തരത്തിലൊരു ചിത്രമാണ്. നോവൽ അവസാനിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കുറേശ്ശെ മാറുന്നുണ്ട്. പക്ഷെ ഇതിൽ കാണുന്ന ഒരു അച്ഛന്റെ ചിത്രം ഇത്തരത്തിലുള്ളതാണ്. അത് കഴിഞ്ഞ് 1965 കന്നഡയിൽ ഇറങ്ങിയ നോവലാണ് അനന്തമൂർത്തിയുടെ സംസ്കാരം. അതില് പ്രാണേശാചാര്യൻ ഒരച്ഛനല്ല, പക്ഷേ ആ ഗ്രാമത്തിലെ ദുർവാസപുരത്തിലെ എല്ലാവർക്കും ഒരു പിതൃതുല്യനായ കഥാപാത്രമാണ്. അയാളുടെ മനസ്സിലെ കൊടുങ്കാറ്റാണ് അനന്തമൂർത്തി ചിത്രീകരിക്കണത്. ദൃഢത പോരാത്ത ചഞ്ചലമായ ഒരു മനസ്സാണ് അയാളുടേത്. പക്ഷെ ഗ്രാമത്തില് അദ്ദേഹത്തിനുള്ള പ്രതിച്ഛായ മറ്റൊന്നാണ്. ഇത് 65-ലാണ്. 2 വർഷത്തിന് ശേഷം 67 RK നാരായൺ അതില് നിഷേധിയായ മകൻ മാലിയുടെ മുമ്പില് ഒന്നും ചെയ്യാനാവാതെ ഒരുതരം എന്താ പറയാ ഒരു നിസ്സഹായനായി പോണ ഒരു കഥാപാത്രം ജഗൻ, അദ്ദേഹത്തിന്റെ കഥയാണ് നാരായൺ പറയുന്നത്. 69 ഖസാക്ക് പ്രസിദ്ധീകരിച്ചു. അതില് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ആൽമരത്തെ പോലെ വലിയ ബലിഷ്ഠകായന്മാരായ മുത്തശ്ശന്മാരെ പറ്റിയിട്ട് ഒരു നോസ്റ്റാൾജിയ നോവലുണ്ട്. പക്ഷെ അച്ഛന്മാര് വളരെ ദുർബലരാണ്. അച്ഛന്മാർ അങ്ങനെയല്ല. അത് ഡോക്ടറായ രവിയുടെ അച്ഛനാവാം, അള്ളാഹി ആവാം, ശിവരാമൻ നായരാവാം. അച്ഛൻ എന്ന അധ്യായത്തിൽ തന്നെ കഥാക്കളിക്ക് വരുന്ന സ്കൂൾ ഇൻസ്പെക്ടർ ആവാം. ഇതൊക്കെ വളരെയധികം ദുർബലരായ കഥാപാത്രങ്ങളാണ്. അപ്പൊ ഇങ്ങനെ പിതൃബിംബങ്ങളെ വിമർശിക്കണ അല്ലെങ്കിൽ ദുർബലമായ പിതൃബിംബങ്ങളെ വരച്ചു കാട്ടുന്ന ഒരു പ്രവണത പല ഇന്ത്യൻ ഭാഷകളിലെ പല നോവലുകളിലും കാണാനാവും. ഒരു ചോദ്യമുണ്ട്, ആരാ ഇവിടെ വിമർശനം നേരിടുന്ന പിതാവ്? ഇത് നിശ്ചയില്ല കേട്ടോ, ആരാണെന്നറിയില്ല. ഒരുപക്ഷെ നെഹ്റു ആവാം. പക്ഷേ ഹിന്ദു മാരേജ് ആക്ട് വന്നതോടെ വ്രണപ്പെട്ട ആൺകോഴ്മയ്ക്കുള്ളിലെ ഒരു പിതൃബോധമാവാം. എന്തായാലും പിതാവിനോടും പിതൃതുല്യരായവരോടുള്ള ഒരു നിഷേധം അവിടെ കാണാം. അന്നത്തെ യുഗധർമ്മങ്ങളിൽ ഒന്നായിരിക്കാം ഈ നിഷേധം. അത് വലിയ തോതില് മാടമ്പിലും കാണാൻ കഴിയും. അശ്വത്ഥാമാവ് കഴിഞ്ഞ് അടുത്ത നോവൽ ഭ്രഷ്ടാണ്. അത് ഒരർത്ഥത്തിൽ അശ്വത്ഥാമാവിന്റെ തന്നെ ഒരു തുടർച്ചയെന്നോ വളർച്ചയെന്നോ ഒക്കെ പറയാവുന്ന ഒരു നോവലാണ്. മഹാപ്രസ്ഥാനം ബുദ്ധന്റെ ജീവചരിത്രമാണ് പറയണത്. പിന്നീട് അതിനുശേഷം ഒരു ജീവചരിത്രം കൂടി നോവലാക്കണമെന്ന് തോന്നിയപ്പോ മാടമ്പ് തെരഞ്ഞെടുത്തത് രാമകൃഷ്ണ പരമഹംസരെയാണ്. അങ്ങനെ ഒരു നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചു, അമൃതസ്യ പുത്ര. പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എഴുതി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നോവൽ കൂടി എഴുതി, ഒരു ഭാവം. എന്നിട്ടും തീർന്നില്ല എന്നായപ്പോ കൂടി എഴുതി പൂർണ്ണമികം. അങ്ങനെ 3 നോവലുകളാണ് പരമഹംസരുടെ ജീവചരിത്രമായി ബന്ധപ്പെട്ട് മാടമ്പ് എഴുതിയിട്ടുള്ളത്. ബാക്കിയുള്ള നോവലുകളില് കേരളത്തിലെ ബ്രാഹ്മണ മേധാവിത്വം അവസാനിക്കണ കഥ പറയുന്ന ഒരു നോവലുണ്ട്, അവിഘ്നമസ്തു. ഇന്ത്യയില് തന്നെ ബ്രാഹ്മണ മേധാവിത്വം തുടങ്ങിയതിന്റെ കഥ പറയുന്ന ഒരു നോവലുണ്ട്, ആര്യാവർത്തം. പോർച്ചുഗീസ് അധിനിവേശ കാലത്തെ കഥ പറയുന്ന ഒരു നോവലുണ്ട്, വാസുദേവക്കിണി. ഒരു ചേരി വളർന്നു വരുന്നതിന്റെ കഥ പറയുന്ന ഒരു നോവലുണ്ട്, കോളനി. മാടമ്പിന്റെ അവസാനത്തെ നോവലാണ് പിഴച്ച 12. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഗുരുസ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്ന കോവിലിന് നൽകിയ ഒരു ഗുരുദക്ഷിണയാണ് ഈ കൃതി എന്നാണ്. അപ്പോ അതില് കേരളത്തിലെ ഈ മാടമ്പി വായിച്ചയുടെ ഒരു കഥ ഉണ്ടല്ലോ, അതിന്റെ അവസാനത്തെ ഘട്ടാണ് എൻ്റെ.
12 ഗോകുലന്റെ തട്ടകവും ഒരുമിച്ച് വായിക്കേണ്ട 2 നോവലുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. മടമ്പിന്റെ ഭാര്യ മരിച്ചപ്പോ അവരുടെ ഓർമ്മയില് അദ്ദേഹം ഒരു നോവൽ എഴുതി, സാവിത്രി ദേ ഒരു വിലാപം. സ്വന്തം ഭാര്യയുടെയോ ഭർത്താവിന്റെയോ വിയോഗത്തിന് ശേഷം അവരുടെ ഓർമ്മയിൽ ഒരാളൊരു നോവൽ എഴുതുന്നത്, അല്ല അങ്ങനെ ചെയ്യുന്നതിന് അധികം ഉദാഹരണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഏതൊക്കെയാണുള്ളത് എനിക്ക് ഒന്നും ഓർമ്മ തന്നെ വരില്ല. പെട്ടെന്ന് ഓർമ്മ പറഞ്ഞൊന്ന് ആർ.കെ. നാരായണന്റെ ഇതാണ്, ഈ ഇംഗ്ലീഷ് ടീച്ചറാണ്. ഇങ്ങനെ 10-20 നോവലുകളുണ്ട്. ഒരു നോവലിൽ കേന്ദ്ര കഥാപാത്രം ഒരു നായയാണ്, സാരമയാണ്. മറ്റൊരു നോവലിൽ കേന്ദ്ര കഥാപാത്രം ഒരു മരമാണ്, സഫരിക്കുട്ടിപ്പാറു. മാടമ്പ് തന്റെ നോവലുകളില് പൊതുവെ കഥ പറയാറില്ല. രസം നിറഞ്ഞൊരു കഥ അവിടെ കാണും, അപൂർവമായിട്ട് മാത്രമേ ആ കഥ ഒരു ആഖ്യാനം പോലെ മാടമ്പ് പറയാറുള്ളൂ. ആര്യാവർത്തത്തിൽ അത് ചെയ്യുന്നുണ്ട്. ഈ പുരാണങ്ങളിലൊക്കെ കാണുന്ന തരത്തില് ഒഴുക്കുള്ള ഒരു കഥ പറച്ചിലാണ് ഇതുള്ളത്. അപ്പൊ കഥ പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നോവൽ വായിക്കുമ്പോഴാണ്. നല്ലൊരു പരിധി വരെ ഇത് മഹാപ്രസ്ഥാനത്തിലും കാണാം. പക്ഷെ മിക്കപ്പോഴും മാടമ്പന്റെ കഥ പറച്ചില് ആഖ്യാനത്തിന്റെ സ്വഭാവം സ്ഥാപിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ എത്രയോ എഴുത്തുകാരുടെ കൃതികളിൽ കഥ ഉണ്ടാവാറില്ലല്ലോ. അപ്പോ ഖസാക്കിലെവിടെ കഥ, ഗുരുസാഗരത്തിലെവിടെ കഥ, അതോ പ്രവാചകന്റെ വഴിയിലൊരു കഥയുണ്ടോ? ഇതൊക്കെ എഴുതിയത് O.V. വിജയനാണ്. ഏറ്റവും മനോജ്ഞമായിട്ട് കഥ പറയാൻ അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. അരിമ്പാറ വായിക്കുമ്പോൾ മനസ്സിലാവും, നടന്നത് കഥ വായിക്കുമ്പോഴേ. പല വ്യക്തികാരും സുലഭമായിട്ട് കഥ പറയാം. മഴയപ്പയുടെ തിരിഞ്ഞുണ്ട് മുകുന്ദൻ അല്ലെങ്കിൽ ആരാച്ചാരുടെ കെയാപ്പില. മാടമ്പ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. മാടമ്പിന്റെ ഒരു രീതി ഇതാണ്. ഇപ്പോ മഹാഭാരതമാണ് അദ്ദേഹം പറയാന്ന് വെച്ചാൽ അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ കഥ പറയുന്ന രീതി ഇങ്ങനെയായിരിക്കും. പാണ്ഡുവിന് 5 ആൺമക്കളായിരുന്നു. ധൃതരാഷ്ട്രർക്ക് 100 ആൺമക്കളും ഒരു പെണ്ണും. ഒരുമിച്ചാണ് വളർന്നത്. പക്ഷെ കുട്ടിക്കാലം മുതൽക്കേ ഇവര് ശത്രുക്കളായിരുന്നു. അവസാനം അത് യുദ്ധമായി. പാണ്ഡവര് 7 അക്ഷൗഹിണിയുള്ള ഒരു പടയുമായിട്ട് വന്നു. കൗരവർ 11 അക്ഷൗഹിണി. ആകെ കൂടി 30 ലക്ഷത്തോളം ആളുകളുണ്ട്. ഈ 18 ദിവസത്തെ യുദ്ധം അത് കഴിഞ്ഞപ്പോ പാണ്ഡവരുടെ ഭാഗത്ത് ആകെ അവശേഷിക്കുന്നത് 5 സഹോദരങ്ങളാണ്. പിന്നെ സാത്യകിയും കൃഷ്ണനും. കൗരവരുടെ ഭാഗത്ത് അശ്വത്ഥാമാവുണ്ട്, കൃതവർമ്മനുണ്ട്, ശിവാചാര്യരുണ്ട്. പിന്നെ മരിക്കാൻ ഒരുങ്ങി കിടക്കുന്ന ഭീഷ്മാചാര്യരുണ്ട്. ഒത്തുതീർപ്പ് അനുസരിച്ചാൽ ഇവർ തമ്മിലുള്ള കരാർ അനുസരിച്ച് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിയുമ്പോൾ പാണ്ഡവർക്ക് നഷ്ടപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കണം. അത് കിട്ടേണ്ടതാണ്. പക്ഷെ അത് കിട്ടില്ല. അങ്ങനെയാണ് യുദ്ധം ഉണ്ടായത്. അങ്ങനെ നോക്കുമ്പോ പാണ്ഡവർക്ക് വനവാസം കുത്തരിയൊന്നുമല്ല. അവർ ജനിച്ചത് തന്നെ കാട്ടിലാണ്. വലുതായപ്പോ കാട്ടിൽ തന്നെയുള്ള ഒരു അരക്കില്ലത്തിൽ അവർ മരിച്ചു എന്നെല്ലാവരും വിശ്വസിച്ചു. പാണ്ഡു മരിച്ചു കഴിയുമ്പോഴാണ് അവര് ഹസ്തിനപുരത്തിലേക്ക് വരുന്നത്. അത് ദുര്യോധനന് ഇഷ്ടമായില്ല. ഒരിക്കലും ഭീമന്റെ ബോധം നഷ്ടപ്പെടുത്തി അയാളെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ഒടുക്ക ഭൂനുബന്ധത്തിൽ ചെന്ന് കലാശിക്കണത്. ഇതാണ് മാടമ്പിന്റെ കഥ പറയണ ഒരു രീതി. അപ്പൊ ആദ്യമധ്യാന്തം കൂടി ഒരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക. ഇടയ്ക്കൊക്കെ വേണച്ചാല് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പിന്നോട്ടും പോവുക. അങ്ങനെയല്ല മാടമ്പ്. കഥയുടെ എല്ലാ ഭാഗത്തെ കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുക. പലപ്പോഴും കാര്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ശൈലിയാണ് മിക്ക നോവലുകളിലും കാണുന്നത്. മാടമ്പ് ശക്തമായ കഥാപാത്രങ്ങളെയും സൃഷ്ടിക്കുന്നില്ല. ബ്രഷ്ടിൽ പോലും അദ്ദേഹം അത് ചെയ്യുന്നില്ല. അപ്പൊ ഖസാക്കിലൊക്കെയുള്ള അള്ളാപ്പിച്ചാമൊല്ലാറ്റ അല്ലെങ്കിൽ മൈമൂന, ആബിദ, ഉപ്പുവച്ചൻ, ശിവരാമൻ നായർ ഇതുപോലെയുള്ള, അല്ലെങ്കിൽ പി പത്മരാജന്റെ നക്ഷത്രങ്ങളെ കാവലിലെ കല്യാണക്കുട്ടിയെ പോലെയുള്ള കഥാപാത്രങ്ങള് മാടമ്പിന്റെ നോവലിൽ എവിടെ ഉണ്ടാവില്ല. അനേകം ഘടകങ്ങളുള്ള ഒരു ആശയപ്രപഞ്ചത്തിൽ, അതെന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ. ഒരു ആശയപ്രപഞ്ചത്തിലെ ഒരു ആശയ ശകലം മൂർത്തമായ ഒരു ആൾരൂപം പ്രാപിച്ചതാണ് മാടമ്പിന്റെ കഥാപാത്രങ്ങൾ. അത് മാംസവും മജ്ജയുള്ള വ്യക്തികളല്ല.
ആശയങ്ങളുടെ മൂർത്ത രൂപങ്ങളാണ് മാടമ്പ് കഥാപാത്രങ്ങൾ. ഇത് ഫോമിലും ക്രാഫ്റ്റിലും ഇതിലൊക്കെ വലിയ തോതിൽ പരീക്ഷണങ്ങൾ നടത്താൻ മാടമ്പിനെ സഹായിക്കുന്നുണ്ട്. എന്നാലും ഒരു കാര്യമുണ്ട്, ഈ ആശയങ്ങളൊക്കെ ഹ്യൂമനിസ്റ്റ് ആശയങ്ങളാണ്. പക്ഷെ മാംസവും മദ്യം നിറഞ്ഞ അഥവാ വികാരങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒരു ഹ്യൂമനിസ്റ്റ് സന്ദേശമോ ഒരു ഹ്യൂമനിസ്റ്റ് ഭാവപ്രപഞ്ചമോ ഈ നോവലുകളിൽ രൂപം കൊള്ളുന്നില്ല. അതാണ് ഞാൻ കാണുന്ന മാടമ്പിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ വൈരുദ്ധ്യം. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാൻ, ബുദ്ധനെ പറ്റിയൊരു നോവൽ എഴുതി, ഒരു കോളനിയെ പറ്റിയൊരു നോവൽ, സ്മാർട്ട് വിചാരത്തെ പറ്റിയ നോവൽ, ഒരു മരത്തെ പറ്റിയ നോവൽ, നായകിക്കാരുടെ നോവൽ. അത്രയധികം വ്യത്യസ്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു നോവലിസ്റ്റ് വേറെ ആരാ മലയാളത്തിലെ? എന്റെ അറിവില് തകഴി മാത്രമാണ്. പിന്നെ ഇപ്പോ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ ബെന്യാമിനാണ്. പക്ഷെ ബെന്യാമിന് എല്ലായ്പ്പോഴും ഒരു പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം എന്നുള്ള ബോധത്തോടു കൂടി എഴുതുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ആടുജീവിതം അല്ലെങ്കിൽ മുല്ലപ്പൂ മണങ്ങളുള്ള പകലുകള്, നിശബ്ദ സഞ്ചാരങ്ങളൊക്കെ വായിക്കുമ്പോഴേ അങ്ങനെ ഒരു തോന്നലാണ് ഉണ്ടാവുക. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗാലറിക്ക് വേണ്ടി കളിക്കാന്നൊക്കെ പറയുമല്ലോ, അത്തരം ഒരു രീതിയാണ് അവിടെ കാണുക. മാടമ്പ് പക്ഷെ തന്റെ കൃതികളില് ഒരു ഗാലറിക്ക് വേണ്ടി കളിക്കില്ല. ഇത്രയേറെ വൈവിധ്യം ഉണ്ടെങ്കിലും മാടമ്പിന്റെ നോവലുകളിലെ ഒരു ആശയപ്രപഞ്ചം തീരെ വൈവിധ്യം ഇല്ലാത്ത ഒന്നാണ്. അതില് വ്യക്തമായ ചില ഘടകങ്ങളുണ്ട് ഈ ആശയപ്രപഞ്ചത്തില്. അതായത് വേദങ്ങളിലും കർമ്മശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളിലും വേരൂന്നിയ ഒരു ജീവിതബോധം, അതോടൊപ്പം തന്നെ വാശിയും നിഷേധവും താന്തോന്നിത്വവും അല്ലെങ്കിൽ അരാജകത്വം ഒക്കെ നിറഞ്ഞ ഒരു ജീവിതബോധം. എന്ന് വെച്ചാൽ വേണച്ച പുളിച്ച ചീത്ത പറയാൻ മടിക്കാത്തൊരു ബോധം. പിന്നെയുള്ളത് ആൺപോയ്മ, ജനാധിപത്യബോധം, നീതിബോധം, പെണ്ണുങ്ങളോടുള്ള ഒരു അനുകമ്പ. ഇത് പെണ്ണുങ്ങള് ചരിത്രത്തിലുടനീളം ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു അനുകമ്പയാണ്. അത് നേരത്തെ പറഞ്ഞ ആൺപോയ്മയെന്ന് തന്നെ വരുന്ന ഒരു അനുകമ്പയാണ്. അല്ലാതെ തുല്യാവകാശം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ആശയത്തിൽ നിന്ന് വരണ ഒരു ധാർമ്മിക രോഷമല്ല ആ കാണുന്നത്. പിന്നെയുള്ളത് പാരമ്പര്യത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയൊക്കെ ഒരു അഭിനിവേശം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള താല്പര്യമാണ്. അതും ഈ ആശയപ്രബന്ധത്തിൽ പെടുന്നുണ്ട്. പിന്നെ നാട്ടറിവുകളുണ്ട്, അന്യമത വിദ്വേഷമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അന്യമത വിദ്വേഷം എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. കാരണം അവിടെ ശരിക്കുള്ളത് മതവിദ്വേഷമാണ്. അറ്റ്ലീസ്റ്റ് മാടമ്പിന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് അങ്ങനെയാണ്. ഈ വാസുദേവ കിണി എന്ന നോവലില് കിണി അവസാനം ഈ കരുവന്നൂർ ദേശത്തിന്റെ രാജാവുന്നുണ്ട് 91 വയസ്സിൽ. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് മതത്തെ റദ്ദാക്കി കളയുന്നുണ്ട്. മതത്തെ റദ്ദാക്കി കളയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് കാരണവും പറയുന്നുണ്ട്, മതം അധികാരത്തിനാണ് ആവശ്യം, അധികാരം കൈയാളാൻ താല്പര്യമുള്ളവർക്ക് മതം വേണ്ടി. ഇസ്ലാമും മതവും ഒക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, മാടമ്പിനെ സംബന്ധിച്ചിടത്തോളം മതങ്ങളാണ്. ഇന്ത്യയില് ഉണ്ടായിരുന്നത് മതമല്ല. അതിനെ അദ്ദേഹം ചിലപ്പോൾ ഹിന്ദു എന്ന് വിളിക്കുന്നു. വാസുദേവഗിണിയിലെ ഈ മതം കൊണ്ടാക്കുന്ന രംഗത്ത് ഹിന്ദു എന്ന് പറയുന്നില്ല. അധ്യാത്മമാണ് മാടമ്പ് ഉദ്ദേശിക്കുന്നത്. അധ്യാത്മം സ്വകാര്യായ ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ അതിന് ഏതാനും ആചാരങ്ങൾ വേണമായിരിക്കും, അതൊക്കെ അനുഷ്ഠിക്കാം. പക്ഷെ മതം അങ്ങനെയല്ല. അപ്പൊ മാടമ്പിന്റെ ഈ നിലപാടിനോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. പക്ഷേ മതം അധികാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നത് പ്രബുദ്ധമായ ഒരു നിലപാടാണ്. അതുകൊണ്ട് മതവിദ്വേഷം അദ്ദേഹത്തിന്റെ ജീവിതബോധത്തിന് കാതലായ ഒരു ഘടകമാണ്. അതിൽ നിന്ന് ഹിന്ദുവിനെ ഒഴിവാക്കിയത് നമുക്ക് സ്വീകാര്യമായിരുന്നു വരില്ല. പക്ഷെ ഇങ്ങനൊരു വിശേഷമുണ്ട്. ഇതുപോലെ പരസ്പരം ഇണങ്ങണതും ഇണങ്ങാത്തതുമായ പല ആശയങ്ങളുടെ ഒരു മിശ്രണമാണ്, ഒരു ചേരുവയാവാത്ത മിശ്രണമാണ് ഈ പറഞ്ഞ ജീവിതബോധം. അശ്വത്ഥാമാവ് മുതൽ അവസാനം വരെ, അതായത് പിഴച്ച 12 വരെയുള്ള നോവലുകളിൽ ഇത് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്.
പലതരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അഥവാ രാഷ്ട്രീയ നിലപാടുകളെ പല പല രീതികളിൽ ഉൾക്കൊള്ളുന്ന ഒരു ജീവിതബോധമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ മാടമ്പ് വൈവിധ്യമാർന്ന എന്നാൽ വൈവിധ്യമില്ലാത്ത നോവലുകൾ വലിയൊരു വൈവിധ്യമാണത്. അങ്ങനെ എത്രയോ വൈരുദ്ധ്യങ്ങൾ അടങ്ങിയ ഒരു ജീവിതമായിരുന്നു മാടമ്പിൻ്റെത്. ഇപ്പൊ ആര്യാവർത്തം എന്ന നോവലില് ഒരിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ വർണ്ണത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. ഇത് കാലേകൂട്ടി ആരോ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതിന്ന് വ്യതിചലിക്കുന്നത് ശരിയല്ല, പാടില്ല. വേദാധികാരമുള്ളവർ വേദം കൈകാര്യം ചെയ്യുക, ദാസവൃത്തി പറഞ്ഞിട്ടുള്ളവർ ദാസവൃത്തി അനുഷ്ഠിക്കുക. അങ്ങനെ വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ നോവൽ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇത് ആ വാചകം പറയണ കഥാപാത്രത്തിന്റെ മാത്രം അഭിപ്രായമല്ല, നോവലിസ്റ്റായ മാടമ്പിന്റെയും കൂടി അഭിപ്രായമാണെന്ന്. പക്ഷേ ഒരവസരത്തില് ഒരു അഭിമുഖത്തിൽ ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോഴ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ശാന്തിക്ക് ബ്രാഹ്മണേതരരെ നിയമിക്കുന്നുണ്ടല്ലോ, അതേപ്പറ്റി എന്താ അഭിപ്രായം എന്ന്. മാടമ്പ് ക്ഷണം പോലും ആലോചിക്കാതെ പറയണതാണ്, നല്ലതല്ലേ. അങ്ങനെയാണ് മാടമ്പ് പറയണത്. ക്ഷേത്രപൂജയ്ക്ക് അതിൻ്റെതായ ചില രീതികളുണ്ട്, അത് പഠിക്കണം, എന്നാലേ ക്ഷേത്രപൂജ ചെയ്യാനാവൂ. പണ്ട് അതൊന്നും പഠിക്കാനുള്ള സാഹചര്യമോ സ്വാതന്ത്ര്യമോ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല സ്ഥിതി, ആർക്കും പഠിക്കാം, അതുകൊണ്ട് ആർക്കും ക്ഷേത്രപൂജ ആവാം. ഈ പറഞ്ഞ ഇതിലേറെ വിപ്ലവകരമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു പണ്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 11ാം നൂറ്റാണ്ടില് കർണാടകത്തിലെ ഒരു നെയ്ത്തുകാരനായ സ്വാമിയാരുണ്ടായിരുന്നു, ദേവര ദാസിമയ്യ. 12ാം നൂറ്റാണ്ടിലെ ബസവണ്ണ, അല്ലമ പ്രഭു, അഷ്ടമഹാദേവി എന്നിവരുടെയൊക്കെ ഒരു പൂർവികനാണ്. അപ്പൊ അദ്ദേഹം വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു ദിക്കിൽ ദാസിമയ്യ പറയുന്നുണ്ട്, ഒരാള് അന്നദാനം ചെയ്ത് പുണ്യം നേടണം എന്നുണ്ടെങ്കിൽ തന്നെത്താനെ അന്നദാനം ചെയ്യണം, മറ്റാരെ കൊണ്ടും ചെയ്തിട്ട് കാര്യമില്ല. അതേപോലെ ഭാര്യയ്ക്ക് രതിസുഖം ആവശ്യം വരുമ്പോൾ താനേ പോയി അവൾക്ക് രതിസുഖം ഉണ്ടാക്കി കൊടുക്കണം, മറ്റാരെ കൊണ്ടും ചെയ്യിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ദൈവത്തെ പൂജിക്കണച്ചാല് അവനാൻ പോയി ചെയ്യണം, അല്ലാതെ ഒരു പൂജാരി യാതൊരു കാര്യമില്ല. അങ്ങനെയാണ് ദാസിമയ്യ പറയണത്. മാടമ്പ് അത്ര ദൂരത്തേക്കൊന്നും പോണില്ല, പക്ഷെ ശക്തമായ ഒരു പുരോഗമന നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം തന്നെയാണ് അത് പാടില്ല എന്നും പറയുന്നത്. ഇതൊരു വൈരുദ്ധ്യമാണ്. ചില വാക്കുകളുടെ പ്രയോഗത്തിൽ നമുക്ക് വൈരുദ്ധ്യം കാണാം. സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോഴേ ആര്യാവർത്തത്തില് ആ നോവലിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാമിത്രന്മാര്, കാശ്യപന്മാര്, അങ്ങനെയുള്ള ഗോത്രക്കാരൊക്കെ പണ്ട് ജീവിച്ചിരുന്നത് കൈലാസ പർവ്വതത്തിന്റെ താഴ്വരയിലാണ്. സമൃദ്ധായ നില ആയിരുന്നു അത്, പൊന്നു വിളയുന്ന മണ്ണാണ്. പക്ഷേ പിൽക്കാലത്ത് ആര്യന്മാർക്ക് ഈശ്വര ശാപം ഉണ്ടായി, അതോടെ കഴിഞ്ഞു. കൈലാസത്തിന്റെ താഴ്വര ഒരു വസ്തുവിന് കൊള്ളാണ്ടായി, ആര്യന്മാർക്ക് അവിടുന്ന് വിട്ടു പോകേണ്ടി വന്നു. അത് പറയുമ്പോ മാടമ്പ് ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, മാതൃഭൂമി പിതൃഭൂമിയായി എന്നാണ് അദ്ദേഹം പറയണത്. മാതൃഭൂമി പിതൃഭൂമിയായി. ഇത്ര ശക്തമായ ഒരു പ്രയോഗം മലയാള നോവലുകളിൽ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഈ പിതൃഭൂമി എന്ന വാക്കിന് ആ വാക്കിനെ സമീപിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലേ അല്ല സാവിത്രി ദേവൊരു വിലാപം എന്ന നോവലിൽ സമീപിച്ചിരിക്കുന്നത്. അവിടെ പിതൃഭൂമി ഒരുതരം പുണ്യഭൂമിയാണ്. പിതൃഭൂമിയിലെ എന്ന് വെച്ചാല് ചുടലപ്പറമ്പിലെ അവിടുത്തെ തീയിൽപ്പെട്ട് മരിച്ചവരുടെ ആത്മാക്കള് ശുദ്ധി നേടും എന്നാണ് ആ നോവലിൽ പറയണത്. അപ്പൊ മനുഷ്യരുടെ ജീവിത ദർശനത്തെ ഇത്രയധികം സ്വാധീനിക്കുന്ന ഒരു വാക്ക് പിതൃഭൂമി അല്ലെങ്കിൽ ചുടലപ്പറമ്പ് എന്നുള്ള ഒരു വാക്ക് ഇതുപോലെ എത്രയേറെ വൈവിധ്യം നിറഞ്ഞ രീതിയിൽ എന്റെ അറിവില് മലയാളത്തിലെ എഴുത്തുകാരിൽ വേറെ ആരും തന്നെ കൈകാര്യം ചെയ്ത് കണ്ടിട്ടില്ല. മാടമ്പിലെ വൈരുദ്ധ്യങ്ങള് ഏറ്റവും ശക്തമായി കാണുന്നത് പാരമ്പര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. പാരമ്പര്യം എന്ന് വെച്ചാല് മാടമ്പിന് ചരിത്രമാണ്.
ചരിത്രം എന്ന് വെച്ചാൽ പാരമ്പര്യവും, ഇത് രണ്ടും തമ്മിൽ മാടമ്പ് ഒരു വേർതിരിവ് നടത്തണില്ല. ചിലർക്ക് അത് വ്യക്തമായിട്ട് പറയണുണ്ട്. ഇത് രണ്ടും രണ്ടാണെന്നുള്ള ഒരു നിലപാട് മാടമ്പിന് സ്വീകാര്യമല്ല എന്ന് തന്നെ പറയാം. പാരമ്പര്യത്തിന്റെ സ്രോതസ് മാടമ്പിനെ സംബന്ധിച്ചിടത്തോളം അറിവാണ്. ആര്യാവർത്തത്തിൽ അദ്ദേഹം പറയണത് കൈലാസ പർവ്വതത്തിന്റെ താഴ്വരയിലെ ആര്യന്മാരുടെ കയ്യില് അടിസ്ഥാനപരമായ ഫണ്ടമെന്റലായ 3 അറിവുകൾ ഉണ്ടായിരുന്നു: അഗ്നി, ഗണിതം, ശസ്ത്രം. ആധാരഭൂതമായ 3 അറിവുകളാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇന്നിപ്പോ എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇത് തന്നെ ആവട്ടോ പറയുക: അഗ്നി, ഗണിതം, ശസ്ത്രം. ഒരുപക്ഷെ അതിന്റെ കൂടെ അക്ഷരം കൂടി ചേർക്കും. പക്ഷെ അക്കാലത്ത് അക്ഷരാഭ്യാസം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. മാടമ്പിന് അക്കാര്യം നിശ്ചയമുണ്ട്. അറിവിലൂടെ ഉരുത്തിരിഞ്ഞു വരണ ആചാരങ്ങളാണ് മാടമ്പിന്റെ ദൃഷ്ടിയിലെ പാരമ്പര്യം. അതിനോടുള്ള സമീപനം, പാരമ്പര്യത്തോടുള്ള സമീപനം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇപ്പോ നിലവിലുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറി മറ്റൊന്ന് സ്ഥാപിക്കണ കഥ വാസുദേവ കിണിയിൽ കാണാം, പേഴ്ച 12 ഒരു പരിധി വരെ കാണാം, മഹാപ്രസ്ഥാനത്തിൽ കാണാം. പക്ഷേ അദ്ദേഹത്തിന്റെ വിപ്ലവാത്മകം എന്ന് പറയുന്ന ഭ്രഷ്ട് വായിക്കുമ്പോൾ അതല്ല സ്ഥിതി. തമ്പുരാന്റെ മൂത്ത സഹോദരന് ഒന്നിലധികം വേളിയാവാം, ബാക്കിയുള്ളവർക്ക് സംബന്ധമാവാം. അങ്ങനെയാണല്ലോ പണ്ട്. ഈ ഒരു സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം എന്താ? മനുസ്മൃതിയിൽ അങ്ങനെ ഒന്നും പറയണില്ലല്ലോ. ഇത് ഭ്രഷ്ടിൽ മാടമ്പ് പറയണ കാര്യം കേട്ടോ. മനുസ്മൃതിയില് ഇങ്ങനെ ആവാന്ന് പറയണില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇത് നിങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നു ഇത്രയധികം കാലം? ഈ മാടമ്പ് പറയുന്ന കഥകള് സൂക്ഷ്മമായി വായിക്കുമ്പോ ആ കഥ, അത് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകള്, അവിടുത്തെ ആശയപ്രപഞ്ചം, ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മാടമ്പ് പാരമ്പര്യത്തെ നിഷേധിക്കണോ, പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കണോ പാരമ്പര്യത്തെ നിഷേധിക്കാനും പറയാം. ഒരു കാര്യം നമുക്ക് വേണം, അതുകൊണ്ട് അത് നമുക്ക് വേണ്ട എന്ന് പറയണ ഈ ഒരു വൈരുദ്ധ്യം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു 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 ജനവിഭാഗത്തിലോ ഒരു വ്യക്തിയിലോ ഒരു കാലത്ത് നിലനിൽക്കുന്ന വൈരുദ്ധ്യം മനസ്സിലാക്കാൻ സാഹിത്യം നല്ലൊരു ഉപാധിയാണ്. അൽത്തുദർ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, മാഷറെ പറയുന്നുണ്ട്, ടെറീഗട്ടൻ പറയുന്നുണ്ട്. നമ്മുടെ മിക്ക എഴുത്തുകാരും തങ്ങളുടെ വൈരുദ്ധ്യത്തെ പല ആദർശങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും സഹായം കൊണ്ട് മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട്. അതിലൊരു കാര്യമായിട്ട് വിജയിക്കാറൊന്നുമില്ല കേട്ടോ. കാരണം ഈ ആദർശങ്ങളും സിദ്ധാന്തങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഇവിടെ ഒരു ഫിൽറ്റർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു അരിപ്പയാണ് അതൊക്കെ. അതിലൂടെ പറയാനുള്ള കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്ത് അയക്കുകയാണ് പൊതുവെ എഴുത്തുകാരൊക്കെ ചെയ്യുന്നത്. ഫിൽറ്ററിലെ വിടവുകൾ വലുതായിരിക്കുമ്പോൾ അത് എത്ര വലുതാണോ അത്രയധികം അരിച്ചു മാറ്റേണ്ട കാര്യങ്ങൾ, സാമഗ്രികൾ താഴോട്ട് തന്നെ ചോദിച്ചു. അങ്ങനെ വരുമ്പോ ബോധപൂർവം ജാതി വ്യവസ്ഥയെ എതിർക്കും, ആൺപെൺ താരതമ്യം പാടില്ല എന്ന നിലപാടെടുക്കും. പക്ഷേ ബോധപൂർവം അല്ലാതെ തന്നെ ജാതി, ലിംഗ താരതമ്യം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമുക്ക് നോവൽ എഴുതുന്നത്. അങ്ങനെയാണ് അത് ഉണ്ടാവാറ്. മാടമ്പ് അങ്ങനെയല്ല. ഈ ആദർശങ്ങളെയും ഈ പറഞ്ഞ പ്രത്യയശാസ്ത്രങ്ങളെയും സിദ്ധാന്തങ്ങളെയും ഒക്കെ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. കഥാപാത്രങ്ങളില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ആശയങ്ങളെ തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. വൈരുദ്ധ്യങ്ങളെ അകറ്റി നിർത്താനുള്ള ഒരു ശ്രമം എവിടെയും കാണുന്നില്ല. അതുകൊണ്ട് അനിതരമായ ഒരു തെളിച്ചോടുകൂടി തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ അർത്ഥത്തില് മാടമ്പിന്റെ കൃതികളും മാടമ്പിന്റെ ജീവിതവും കൂടുതൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതിലെ സൂക്ഷ്മതകൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആ വഴിക്കുള്ള ശ്രമങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. ഇപ്പോൾ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ അങ്ങനെയുള്ള പഠനങ്ങൾക്ക് വേദി ഒരുക്കുന്നതാണ്. ഒന്നുമില്ലാച്ചാലും അത്തരം പഠനങ്ങളെ പ്രോത്സാഹിപ്പിക്കെങ്കിലും ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇങ്ങനെ ഒരു വേദി
തന്നതിനും എന്നോടിവിടെ സംസാരിക്കാൻ ആവശ്യപ്പെട്ടതിനും ഹരിദാസോടും മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷനോടും ഞാൻ എൻ്റെ കടപ്പാട് അറിയിച്ചുള്ളൂ. നേരിട്ട് വരാൻ സാധിക്കുന്നതിൽ ഏതും അറിയിച്ചുള്ളൂ. നമസ്കാരം. നന്ദി സർ. അടുത്തതായി ചടങ്ങിന് നന്ദി കുറിക്കുന്നതിനായി ഡോക്ടർ ജയൻ തെക്കേപ്പാട്ടിനെ ക്ഷണിക്കുന്നു. വേദിക്കും സദസ്സിനും നമസ്കാരം. മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച മാടമ്പ് ലിറ്റററി ഫെസ്റ്റിൻ്റെ ആദ്യത്തെ സെഷനാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായത്. ഇപ്പോൾ ഈ ആദ്യത്തെ സെഷൻ ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച പ്രശസ്ത മറാത്തി എഴുത്തുകാരൻ ലക്ഷ്മൺ ഗേക്വാദ് സാറിനെ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. So we would like to extend our gratitude to you, sir. So thank you for your presence and wonderful inaugural speech. ഇവിടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണം ഇവിടെ നേരിട്ട് വന്ന് നമ്മളോട് സംവദിക്കാമെന്ന് ഏറ്റിരുന്നത് മനു വി ദേവദേവൻ സാറാണ്. അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങളാൽ എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിലും ഓൺലൈനായിട്ട് നമ്മളോട് സംവദിക്കുകയുണ്ടായി. അപ്പോൾ ശ്രീ മനു വി ദേവദേവൻ സാറിനെ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ ലക്ഷ്മൺ ഗേക്വാദ് സാറിൻ്റെ പ്രസംഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മളോട് സംസാരിച്ചത് പ്രൊഫസർ എ വി രാമകൃഷ്ണൻ സാറാണ്. അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനും നിരൂപകനൊക്കെയാണ്. സർവോപരി ഈ ഏകദിന സെമിനാറിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി പറയാനുള്ളത് വടക്കുംപാട് നാരായണൻ മാഷക്കാണ്. മാഷക്കൊരു എന്താ പറയുക, ഔപചാരികമായിട്ടൊരു നന്ദിയുടെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഈ എല്ലാ പ്രോഗ്രാമിനും ഇവിടെ സംഘടിപ്പിക്കുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെയും എന്താ പറയുക ചാലക ശക്തി എന്ന് പറയുന്നത് മാഷ് തന്നെയാണ്. അപ്പോൾ മാഷയുടെ സാന്നിധ്യത്തിന് മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീ വി എൻ ഹരിദാസിനെ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. സർവോപരി പി ഏകദിന സെമിനാർ 9:30 മുതൽ ഇപ്പോൾ വൈകുന്നേരം ഇവിടെ വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള സദസ്സിലുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.